തടസ്സം കാരണം അല്ലെങ്കിൽ ബുദ്ധിമുട്ട്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥവിതം യേന ഭൂതലേ സ്വയം രൂപകഥം ദദാതി സപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിണസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീ വിശാഖാനിതാംശ നമാം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ മുതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിതമണി നമസ്തി സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനി ശിവശുഭാൻ സുതേ ദേവി പ്രണമാമി ഹരിപ്രിയം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമുക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 39. ഏഷാ തേ അഭിഹിതാ സാംഘ്യേ ബുദ്ധിർയോഗേതി മാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഏഷാ തേ വിഹിതാ സാംഘ്യേ ബുദ്ധിർയോഗേതി മാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഏഷാ തേ വിഹിതാ സാംഘ്യേ ബുദ്ധിർയോഗേതി മാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ആർക്കെങ്കിലും ശ്ലോകം വായിക്കണമെങ്കിൽ വായിക്കാം. കൃഷ്ണ ആരുടെയും പുസ്തകം ഉണ്ടെങ്കിൽ ശ്ലോകം റിപ്പീറ്റ് ചെയ്യാം, വായിക്കാം. ഹരേ കൃഷ്ണ, ഞാൻ വായിക്കട്ടെ പ്രഭു. വായിച്ചോ മതി. ഏഷാ തേ അഭിഹിതാ സംഖ്യേ ബുദ്ധിർയോഗേ ത്വമിമാം ശൃണു ബുദ്ധ്യയുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ജ്ഞാനാംബിക മാതിച്ചുണ്ടോ ഇന്ന്? മാജി വൈകിട്ട് അങ്ങനെ കാണാറില്ല പ്രഭു. ശരി ശരി. ഏഷാ തേ വിഹിതാ സാംഘ്യേ ബുദ്ധിർയോഗേതി മാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഇനി പദാനുപതി വർത്തനം നോക്കാം. ഏഷാ ബുദ്ധി, ഈ ബുദ്ധി, തേ നിനക്കായിക്കൊണ്ട്, സാംഖ്യേ സാംഖ്യതത്വം അനുസരിച്ച്, അതായത് വിശദമായ പഠനം, മയ അഭിഹിത എന്നാൽ വിവരിക്കപ്പെട്ടു, കിം തു എന്നാൽ, യോഗേ ഫലോദിഷ്ടമല്ലാത്ത കർമ്മപ്രകാരം, ഇമാം ഈ ബുദ്ധിയെ, ശൃണു ശ്രവിക്കുക, പാർത്ഥ ഹേ പാർത്ഥ, യയാ ബുദ്ധ്യ യാതൊരു ബുദ്ധിയോ, യുക്തനായിട്ട് കർമ്മബന്ധത്തെ പ്രഹാസിസി നിനക്ക് മോചനം നേടാം. വിവർത്തനം ഞാൻ വായിക്കാം. ഇതുവരെ അപഗ്രഥനാത്മകമായ പഠനത്തിലൂടെ ആ ജ്ഞാനത്തെ പറ്റി നിനക്ക് ഞാൻ വിവരിച്ചു തന്നു. ഫലാസക്തി ഇല്ലാത്ത കർമ്മം ചെയ്യുന്നതിനെ പറ്റി ഇനി വിവരിക്കുന്നത് കേൾക്കൂ. അലയോ പാർത്ഥ, ഇതറിഞ്ഞ് പ്രവർത്തിച്ചാൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് വിമുക്തനാവാം. വിവർത്തനം ഭാവാർത്ഥം വിശ്വ പ്രഭുപാദയ്ക്ക് ഭാവാർത്ഥം വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. Translation and purport by His Divine Grace A.C. Bhaktivedanta Swami Sri Prabhupada ki jai. ഭാവാർത്ഥം. നിരുക്തി എന്ന വൈദിക നിഘണ്ടു പ്രകാരം സാംഖ്യം എന്നതിനർത്ഥം വിശദമായി പ്രതിപാദിക്കുന്നത് എന്നാണ്. ആത്മാവിന്റെ ശരിയായ സ്വഭാവത്തെ വിവരിക്കുന്ന തത്വശാസ്ത്രമാണ് സാംഖ്യം. യോഗം ഇന്ദ്രിയ നിയന്ത്രണത്തിന്റെയും യുദ്ധം ചെയ്യാതിരിക്കാനുള്ള അർജുനന്റെ നിശ്ചയം ഇന്ദ്രിയ സുഖത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതത്രേ. തന്റെ പ്രധാന കടമ വിസ്മരിച്ചുകൊണ്ട് യുദ്ധം നിർത്താൻ അർജുനൻ ആഗ്രഹിച്ചു. ധൃതരാഷ്ട്രപുത്രരായ തന്റെ സഹോദരങ്ങളെയും മറ്റുള്ളവരെയും കീഴടക്കി രാജ്യം ആഴുന്നതിനേക്കാൾ അവരെ വധിക്കാതിരിക്കുന്നതാണ് കൂടുതൽ സന്തോഷപ്രദം. രണ്ടു വിധത്തിലായാലും ഇന്ദ്രിയ സുഖമാണ് അടിസ്ഥാന തത്വം. ബന്ധുക്കളെ ജീവനോടെ കാണുന്നതിലുള്ള സന്തോഷത്തിനും
അവരെ ജയിക്കുന്നതിലുള്ള സന്തോഷത്തിനും നിദാനം വ്യക്തിഗതമായ സുഖാനുഭൂതി തന്നെ. ഒരു പക്ഷെ ജ്ഞാനത്തെയും കർത്തവ്യത്തെയും അതിനായി ബലി കഴിക്കേണ്ടി വന്നാൽ കൂടി മുത്തച്ഛന്റെ ശരീരത്തെ കൊല്ലുന്നത് കൊണ്ട് ആത്മാവ് കൊല്ലപ്പെടുന്നില്ല എന്ന് കൃഷ്ണൻ വ്യക്തമാക്കുകയാണ്. താൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ശാശ്വതമായ വ്യക്തികളെന്ന് ഭഗവാൻ പറയുന്നു. അവർ പണ്ട് മുതൽക്കേ വ്യക്തികളായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ, ഭാവിയിൽ വ്യക്തിത്വത്തോടെ വർത്തിക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നാം എല്ലാം വ്യക്തിത്വമുള്ള ശാശ്വതമായ ആത്മാക്കളാണ്. നാം പല വിധത്തിലും നമ്മുടെ ശരീരമാകുന്ന ഉടുപ്പുകൾ മാറ്റാറുണ്ട്. ഭൗതികമാകുന്ന ഈ ഉടുപ്പുകളുമായുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞതിനു ശേഷവും നാം വ്യക്തിത്വം നിലനിർത്തി പോരുന്നു. ആത്മാവിനെയും ശരീരത്തെയും കുറിച്ച് അപഗ്രഥാത്മകമായ ഒരു പഠനം നടത്തി വ്യക്തമാക്കുകയാണ് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്യുന്നത്. ശരീരത്തെയും ആത്മാവിനെയും വിവിധ കാഴ്ചപ്പാടുകളിലൂടെ വിശദീകരിക്കുന്ന വിജ്ഞാനത്തെ വൈദിക നിഘണ്ടുവായ നിരുക്തി സാഖ്യം എന്ന് വിശേഷിപ്പിക്കുന്നു. നാസ്തികനായ കപിലന്റെ സാഖ്യവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ആ നാസ്തിക കപിലന്റെ സാഖ്യത്തിന് എത്രയോ മുൻപ് തന്നെ കൃഷ്ണന്റെ അവതാരമായ യഥാർത്ഥ കപില മഹർഷി സാഖ്യ സിദ്ധാന്തം തന്റെ മാതാവായ ദേവഹൂതിക്ക് ഉപദേശിച്ചതായി ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ സദാ ക്രിയാത്മകനാണ്. അദ്ദേഹം പ്രകൃതിയെ വീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ സൃഷ്ടി ഉണ്ടാകുന്നു. ഇതാണ് കപില സിദ്ധാന്തം. വേദങ്ങളും ഭഗവത്ഗീതയും ഇതിനെ അനുകൂലിക്കുന്നു. ഭഗവത് വീക്ഷണമേറ്റ പ്രകൃതി അണുമാത്രരായ ജീവജാലങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ഈ ജീവാത്മാക്കളെല്ലാം ഇന്ദ്രിയ സുഖാനുഭൂതിക്കായിട്ടത്രേ ഭൗതിക പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നത്. ഭൗതിക ശക്തിയാൽ മോഹിതരായിക്കൊണ്ട് സ്വയം ആസ്വാദകരാണെന്ന് അവർ ഓർത്തു പോകുന്നു. ഭഗവാനിൽ ലയിച്ചു ചേരാനുള്ള ജീവജാലങ്ങളുടെ ഈ മനോഭാവം മോക്ഷപ്രാപ്തിയോളം നിലനിൽക്കുന്നു. ഇതാണ് ഇന്ദ്രിയ സുഖാനുഭൂതി എന്ന മായയുടെ അവസാനത്തെ കെണി. ജന്മജന്മാന്തരങ്ങളോളം ഇന്ദ്രിയാൻമുഖ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ശേഷം പരമസത്യാന്വേഷണം പൂർത്തീകരിച്ച ഒരു മഹാത്മാവ് വാസുദേവനെ ശരണം പ്രാപിക്കുന്നു. അർജുനൻ കൃഷ്ണനെ തന്റെ ആത്മീയ ഗുരുവായി സ്വീകരിച്ച് സ്വയം സമർപ്പിച്ചു കഴിഞ്ഞു. ശിഷ്യസ്തേഹം ശാതിമാം ത്വം പ്രപന്നം. തുടർന്ന് ഭഗവാൻ ബുദ്ധിയോഗത്തിന്റെ അഥവാ കർമ്മയോഗത്തിന്റെ പ്രവർത്തന പദ്ധതി, അതായത് ഭഗവാന്റെ സുഖത്തെ മുൻനിർത്തി കൊണ്ട് ചെയ്യുന്ന ഭക്തിബദ്ധമായ സേവനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവുമായി സമ്പർക്കം പുലർത്താനാണ് ബുദ്ധിയോഗം എന്ന് 10ാം അധ്യായത്തിലെ 10ാം ശ്ലോകം വ്യക്തമാക്കുന്നുണ്ട്. ഭക്തിഭരിതമായ സേവനത്തിലൂടെ അല്ലാതെ അങ്ങനെ സമ്പർക്കം പുലർത്താനാവില്ല. എന്നാൽ അതീന്ദ്രിയ പ്രേമത്തോടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് അഥവാ കൃഷ്ണാവബോധം ഉൾക്കൊള്ളുന്നവർക്ക് കൃഷ്ണന്റെ വിശേഷാനുഗ്രഹത്താൽ ഈ ബുദ്ധിയോഗം പ്രാപ്യമാവുന്നു. അതുകൊണ്ടത്രേ അതീന്ദ്രിയ പ്രേമം കൊണ്ട് സദാ ഭക്തി പുരസ്സരം സേവന കർമ്മം നിർവഹിക്കുന്നവർക്കേ താൻ പ്രേമഭക്തിയെ കുറിച്ചുള്ള വിജ്ഞാനം നൽകൂ എന്ന് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ ഭക്തന് ശാശ്വതമായ ആനന്ദത്തോടു കൂടിയ ഭഗവത് നാമത്തിൽ ഈശ്വരനെ നിഷ്പ്രയാസം പ്രാപിക്കാം. അങ്ങനെ ഈ ശ്ലോകത്തിൽ പറയുന്ന ബുദ്ധിയോഗം ഭക്തിയുക്തമായ ഭഗവത് സേവനമാണെന്നും ഇവിടെ ഉപയോഗിച്ച സാഖ്യപദം വ്യാജ കപിലന്റെ നാസ്തിക സിദ്ധാന്തമല്ലെന്നും വ്യക്തമായി. നാസ്തിക സാഖ്യവുമായി ഇതിന് ബന്ധമുണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അക്കാലത്ത് ജനങ്ങളിൽ അതിന് സ്വാധീന ശക്തിയില്ലായിരുന്നു. അത്രയുമല്ല, അത്തരം നാസ്തിക തത്വാധിഷ്ഠിതങ്ങളായ അഭ്യൂഹങ്ങളെ പറ്റി ഭഗവാൻ സ്പർശിച്ചിട്ട് പോലുമില്ല. ഭാഗവതത്തിൽ പ്രതിപാദിക്കപ്പെട്ടതാണ് കപില ഭഗവാന്റെ യഥാർത്ഥ സാഖ്യ സിദ്ധാന്തം. അതിനും ഈ സന്ദർഭത്തിൽ പ്രസക്തിയില്ല. ഇവിടെ സാഖ്യം എന്ന വാക്കിനർത്ഥം ആത്മാവിനെയും ശരീരത്തെയും അപഗ്രഥിച്ച് വിവരിക്കുക എന്നതാണ്. ഭഗവാൻ കൃഷ്ണൻ ആത്മാവിനെ കുറിച്ച് അപഗ്രഥിച്ച് വിവരിക്കുന്നത് അർജുനനെ ബുദ്ധിയോഗത്തിലേക്ക് അഥവാ ഭക്തിയോഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണന്റെ സാഖ്യ സിദ്ധാന്തവും ഭാഗവതത്തിൽ വിവരിച്ചിട്ടുള്ള കപിലദേവന്റെ സാഖ്യ സിദ്ധാന്തവും ഒന്ന് തന്നെയാണ്. രണ്ടും ഭക്തിയോഗമാണ്. അതുകൊണ്ടാണ് ബുദ്ധി കുറഞ്ഞവരെ സാഖ്യയോഗത്തെയും ഭക്തിയോഗത്തെയും വ്യത്യസ്തങ്ങളായി കാണൂ എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത്. സാഖ്യയോഗോ പൃഥക് ബാല പ്രവദന്തിന പണ്ഡിത. നാസ്തിക സാഖ്യ സിദ്ധാന്തത്തിന് ഭക്തിയോഗത്തോട് ബന്ധമേ ഇല്ലെന്നിരിക്കലും
അതിനെക്കുറിച്ചാണ് ഭഗവത്ഗീത പ്രതിപാദിക്കുന്നതെന്ന് അല്പബുദ്ധികൾ അവകാശപ്പെടുന്നു. കൃഷ്ണാവബോധത്തിൽ മുഴുകി ഭക്തി നിർഭരമായ സേവനത്തിൽ പൂർണ്ണമായ ആനന്ദത്തോടും വിജ്ഞാനത്തോടും കൂടി പ്രവർത്തിക്കലാണ് ബുദ്ധിയോഗമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബുദ്ധിയോഗ സിദ്ധാന്തം അനുസരിച്ച് ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ആ തൊഴിൽ എത്രമാത്രം ക്ലേശകരമായിരുന്നാലും ദിവ്യമായ ആനന്ദാനുഭവം അനുഭവപ്പെടും. അങ്ങനെയുള്ള ദിവ്യ കർമ്മത്തിൽ ഏർപ്പെടുകയാൽ ഭഗവത് കൃപ മൂലം ദിവ്യമായ അറിവുകളെല്ലാം തീവ്രമായ ബാഹ്യ ശ്രമങ്ങളൊന്നും കൂടാതെ തന്നെ അനായാസേന കൈവരുന്നു. അയാൾ പൂർണ്ണമായും മുക്തനായി തീരും. കൃഷ്ണാബോധത്തോടെയുള്ള പ്രവർത്തനവും ഫലേച്ഛ മൂലമുള്ള, വിശേഷിച്ച് ഭൗതികമായും കുടുംബ സംബന്ധവുമായുമുള്ള സുഖഭോഗ സിദ്ധിയെ ലക്ഷ്യമാക്കി ചെയ്യുന്ന പ്രവർത്തികളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതിനാൽ നമ്മുടെ കർമ്മത്തിന്റെ അതീന്ദ്രിയ ഗുണം അത്രേ ബുദ്ധിയോഗ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇത് വലിയ ഒരു വിശദമായിട്ടുള്ള ഒരു പ്രഭുപാദരുടെ ഭാവാർത്ഥമാണ്. ഒരുപാട് പോയിന്റ്സുകൾ പറയുന്നുണ്ട് ഇതിൽ. അപ്പൊ ആദ്യമായിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഈ ശ്രീമദ് ഭഗവത്ഗീതയിൽ പ്രതിപാദ്യമായിട്ടുള്ള 5 വിഷയങ്ങൾ എന്തൊക്കെയാണ്? എത്രപേർക്ക് അറിയാം? പ്രധാനപ്പെട്ട 5 വിഷയങ്ങളെ പറ്റിയാണ് ഇതിൽ മൊത്തം പ്രതിപാദിക്കുന്നത്. ഏതൊക്കെയാണ് 5 വിഷയങ്ങൾ? അടിസ്ഥാന വിഷയങ്ങൾ ഏതൊക്കെയാണ്? ആർക്കെങ്കിലും പറയാമോ? ഹരേ കൃഷ്ണ. ആരുമില്ലേ? ഞാൻ തന്നെ പറയാം. ഈശ്വരൻ അല്ലേ, ജീവാത്മ, പ്രകൃതി, കാലം, കർമ്മം അല്ലേ, ഇങ്ങനത്തെ 5 വിഷയങ്ങളെ പറ്റിയാണ്. അതിലിപ്പോ കർമ്മത്തെ പറ്റിയാണ് ഇവിടെ കൂടുതലായിട്ട് പറയുന്നത്. കാരണം ഇവിടെ കർമ്മബന്ധം എന്ന് പറയുന്നുണ്ട് അല്ലെ, ഈ ശ്ലോകത്തില് പറയുന്നുണ്ട്. കർമ്മബന്ധം പ്രഹാസിച്ച്, നിനക്ക് ഇത് അറിഞ്ഞു പ്രവർത്തിച്ചാൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തനാകാം. അപ്പൊ നമ്മളെല്ലാം ഈ ശാസ്ത്രം പഠിക്കുന്നതൊക്കെ എന്തിനാണ്? ഈ കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനം അല്ലെ, കർമ്മബന്ധങ്ങളിൽ മോചനം കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ജനനമരണ ചക്രത്തിൽ നിന്നിട്ട് ഈ ഒരു പുനരഭിജനനം, പുനരമരണം എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു വരാൻ പറ്റും. അപ്പോ എല്ലാ പാഠ്യപദ്ധതികൾക്കും അല്ലെങ്കിൽ ഒരു പുരോഗമനപരമായിട്ടുള്ള ചിന്താ പദ്ധതികൾക്കും ഒരു കോഴ്സ് എടുത്താലും ശരി, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ കോഴ്സിന് കോളേജിൽ ചേർന്ന് വെച്ചാലും അതിന് നിയമങ്ങളുണ്ട് അല്ലെ, ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയും അല്ലെ, ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതും പല കാര്യങ്ങളും. ആ നിയമങ്ങളൊക്കെ അനുസരിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? നമുക്ക് ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും അല്ലെ. ഒരു രാജ്യത്തിന്റെ നിയമം തന്നെ ആയാലും നമ്മൾ ചെയ്യാൻ പാടുള്ള കർമ്മം, ചെയ്യാൻ പാടില്ലാത്ത കർമ്മം അങ്ങനെ ഉണ്ട് അല്ലെ, അങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെന്നിട്ട് ഈ ചെയ്യാൻ പാടില്ലാത്ത ഒരു കർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ പെനാൽറ്റി നമ്മൾ അടയ്ക്കേണ്ടി വരും, അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ സാധാരണ ഒരു ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെയാണെങ്കിൽ ആധ്യാത്മികമായിട്ട് അല്ലെങ്കിൽ ഈശ്വരനെ സംബന്ധിച്ചുള്ള ആ ഒരു പാതയിൽ പുരോഗമിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഈ നിയമങ്ങളൊക്കെ പാലിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പൊ കർമ്മബന്ധത്തിന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം അല്ലെ? ന്യൂട്ടന്റെ 3-ാം ചലന നിയമം പോലെ എന്താണ്? ആർക്കെങ്കിലും അറിയാമോ? ആരും ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും ഒന്ന് ഇന്ററാക്റ്റീവ് ആവണം കേട്ടോ, നമുക്ക് അല്ലെങ്കിൽ ബോറിംഗ് ആവും. ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ കേട്ടോണ്ടിരിക്കും. അറിയാന്നുള്ള കാര്യങ്ങൾ പറയാം, തെറ്റിയാലും കുഴപ്പമില്ല. എത്ര പേർക്ക് അറിയാം ന്യൂട്ടന്റെ 3-ാം ചലന നിയമം? To every action there is an equal and opposite reaction. Yes. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏതൊരു പ്രവൃത്തിക്കും എന്താണ്? അതിന് തത്തുല്യവും വിപരീതമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും അല്ലെ. അന്ന് പറയും പോലെയാണ് നമ്മുടെ കർമ്മം. എന്ത് കർമ്മം ചെയ്താലും നമുക്ക് കർമ്മം ചെയ്തിരിക്കാൻ പറ്റില്ല. നമ്മൾ വെറുതെ ഇരുന്നാലും നമ്മൾ മനസ്സുണ്ടെങ്കിലും കർമ്മം ചെയ്യും അല്ലെ. ഒരു കർമ്മങ്ങൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. ഇത് കർമ്മഭൂമിയാണ്, ഈ ഭൂമി കർമ്മഭൂമിയാണ്. കർമ്മം ചെയ്യാണ്ട് ഒരു ജീവാത്മാവിന് ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ല. നമുക്ക് വെറുതെ എടുത്ത് ഇരിക്കാൻ കരുതും, പക്ഷെ അതും സാധ്യമല്ല. നമ്മുടെ മനസ്സ് ഇവിടെ ഇരിക്കുമ്പോൾ അമേരിക്കയിലെത്തും, വിത്തിൻ സെക്കൻഡ്സ് അല്ലെ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് നമ്മൾ അമേരിക്കയിലെത്തും, അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും എത്തും. അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ കർമ്മം ചെയ്യാതിരിക്കാൻ മനസ്സാവാച കർമ്മമാണ്. ഒരു കർമ്മം അനുഷ്ഠിക്കാൻ നമുക്ക് ഇങ്ങനെ ഐഡിയലായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഐഡിയലായിട്ട് ഇരിക്കാൻ എന്താ പറയാ, ഒരു ജഡവസ്തു പോലെ ഇരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ കർമ്മം ചെയ്തേ പറ്റൂ. അപ്പൊ അത് ചെയ്തേ പറ്റൂ. പക്ഷെ അത് കർമ്മം നമ്മുടെ എന്താ പറയാ, അതിൽ ബന്ധിക്കപ്പെടാനും പാടില്ല. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കർമ്മം ചെയ്യാണ്ടിരിക്കാൻ പറ്റും. നമുക്കൊരു നിർദ്ദിഷ്ടമായിട്ടുള്ള കർമ്മ ഡ്യൂട്ടി നമുക്കുണ്ടല്ലേ, ധർമ്മം, നമ്മുടെ കർത്തവ്യങ്ങളുണ്ട്. നമുക്ക് അതൊന്നും ഒളിച്ചോടാൻ നമുക്ക് പറ്റില്ല. കൃഷ്ണൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല.
പൊതുവെ ആധ്യാത്മ ജീവിതം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഭൗതികമായുള്ള എല്ലാ കടമകളിൽ നിന്ന് ഒളിച്ചോടി ഒരിടത്ത് പോയി ഇരിക്കുക എന്നുള്ള ഒരു ഇതല്ല. പണ്ട് നമ്മൾ ഏതോ സിനിമയിലെ കണ്ടിട്ടുണ്ട്, അങ്ങനെയല്ല. ആധ്യാത്മിക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് കുടുംബജീവിതം നയിക്കുന്നവര് നമ്മുടെ കുടുംബജീവിതത്തിൽ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അതിനോടൊപ്പം ഭക്തിയും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ശരിക്കുള്ള കൃഷ്ണബോധം. രണ്ട് ബാലൻസ് കൊണ്ടുപോകണം. അപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഏറ്റവും എളുപ്പമുള്ള ഉദാഹരണം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഓർമ്മയില്ല. നമുക്ക് എല്ലാവർക്കും ചക്ക ഇഷ്ടമാണ്. ചക്ക ഇഷ്ടമുള്ള തരലുണ്ട് ഇവിടെ? ഹരേ കൃഷ്ണ. ചക്കയുടെ സീസണും കൂടെ ആണല്ലോ ഇപ്പൊ. ചക്ക ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരുമില്ല, എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. പക്ഷെ നമ്മൾ സ്വയം വെട്ടി കഴിക്കുമോ? അത് ഇല്ല. ആരെങ്കിലും ഒന്ന് വെട്ടി ഒക്കെ തരണം നമുക്കല്ലേ. പ്ലേറ്റിൽ വെച്ച് അതിന്റെ ഓരോ ചുളയെടുത്ത് തന്നാൽ നമ്മൾ കഴിക്കും. എന്തുകൊണ്ടാണ് ആർക്കും ഇഷ്ടം വെച്ചാൽ കയ്യിൽ ആ ചക്ക അതിന്റെ കറ ഒട്ടും കയ്യിലല്ലേ. പക്ഷെ ചക്ക വെട്ടുകയും വേണം, കഴിക്കുകയും വേണം. എന്ത് ചെയ്യും നമ്മള്? എന്ത് ചെയ്യും? ആർക്ക് വേണം പറയാം. ചക്ക വെട്ടുമ്പോഴുള്ള പ്രിക്കോഷൻ എന്താണ്? മുൻകരുതൽ എന്താണ് ചക്ക വെട്ടുന്നതിന് മുമ്പുള്ള? ആർക്കും പറയാം. വെളിച്ചെണ്ണ കയ്യിൽ തയ്ക്കണം. വെളിച്ചെണ്ണ കൈ പുരട്ടാം, കയ്യിൽ എണ്ണ പുരട്ടാം, അതെ, മണ്ണെണ്ണ പുരട്ടാം. പുരട്ടേണ്ട എണ്ണയാണ് കൃഷ്ണാവബോധം. ഈ ഭൗതികമായിട്ടുള്ള ചക്ക വെട്ടുന്നതിനും, ഭൗതികത എന്ന് പറയുന്ന ചക്ക വെട്ടുന്നതിന് മുമ്പുള്ള എണ്ണ തേക്കലാണ് കൃഷ്ണാവബോധം. നമുക്ക് ഒട്ടില്ല. പിന്നെ കൃഷ്ണൻ എന്ന് പറയുന്ന എണ്ണ അവിടെ തേച്ച് കഴിഞ്ഞാൽ, കൃഷ്ണാബോധത്തിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്നും ഒട്ടിപ്പിടിക്കില്ല. നമുക്ക് വളരെ സൗകര്യമായിട്ട് ഓരോ ചക്കച്ചുളയായിട്ട് നമുക്ക് ആസ്വദിക്കാം. നമ്മുടെ ലൈഫ് നമുക്ക് ആസ്വദിക്കാം. പക്ഷെ അവിടെ ഒരു സെൻട്രൽ പോയിന്റ്, ഒരു കേന്ദ്ര ബിന്ദു ആരായിരിക്കണം? കൃഷ്ണൻ എന്നൊരു കേന്ദ്ര ബിന്ദു വെച്ചിട്ട് വേണം നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ. പ്രഭു എപ്പോഴും പറയാറുണ്ട് അല്ലെ, പണ്ട് കാലങ്ങളിലൊക്കെ വീടിന്റെ ബ്രഹ്മസ്ഥാനം, വീടുകളിലൊക്കെ നടുക്ക് ഒരു സ്ഥലം ഒഴിച്ചിട്ടേക്കും, അല്ലെ നാലുകെട്ടിലൊക്കെ. പണ്ട് എന്റെ തറവാട്ടിലൊക്കെ, അമ്മയുടെ തറവാട്ടിലൊക്കെ അങ്ങനെയായിരുന്നു. നാലുകെട്ട് അതില് സ്ഥലം ഒഴിച്ചിട്ടേക്കും. അവിടെ ചിലപ്പോൾ മുല്ലത്തറയോ തുളസിത്തറയൊക്കെ ആയിരിക്കും മിക്കവാറും. അന്നൊക്കെ വീടിന്റെ കേന്ദ്ര സ്ഥാനത്ത് ഈശ്വരനെ ആണ് സങ്കല്പിച്ചിരുന്നത്. അവിടെ ഈശ്വരന്റെ സ്ഥലമായിട്ട് ബ്രഹ്മസ്ഥാനമായിട്ട് കണ്ടിരുന്നു. പിന്നെ ഇപ്പൊ എന്തായി? സൈഡിലെ മുറിയിലായി, പിന്നെ സ്റ്റെയർകേസിനടിയിലായി, പിന്നെ കാർ ഷെഡിലായി, പിന്നെ എവിടെയായി? റോഡിലോട്ട് എന്ന് പറഞ്ഞു വിട്ടു ഈശ്വരനെ. ഇതാണ് ഇന്നത്തെ ഈ കാണുന്ന മൂല്യച്യുതികൾക്കെല്ലാം കാരണം ഈശ്വരബോധം ഇല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പൊ കർമ്മബന്ധനം എങ്ങനെയാണ് നമ്മൾ ഈ കർമ്മത്തിന് ബന്ധനത്തില് കെട്ടുപിണഞ്ഞു പോവാതെ എങ്ങനെ രക്ഷപ്പെടാന്നാണ് ഭഗവാനോട് പറയുന്നത്. ഈ ശ്ലോകത്തില് പറയുന്നുണ്ട്, ഇതുവരെ അപഗ്രഥനാത്മകമായ പഠനത്തിലൂടെ ആ ജ്ഞാനത്തെ പറ്റി നിനക്ക് ഞാൻ വിവരിച്ചു തന്നു. ഫലാസക്തി ഇല്ലാത്ത കർമ്മം ചെയ്യുന്നതിനെ പറ്റി ഇനി വിവരിക്കുന്നത് കേൾക്കൂ. ഇത് തന്നെയാണ് ശരിയായ കൃഷ്ണബോധം, ശരിയായ ഭഗവത് സേവനം, അല്ലെ? ഇവിടെ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് 16-ാം അധ്യായത്തിൽ 7-ാം ശ്ലോകം, പ്രവൃത്തിഞ്ച നിവൃത്തിഞ്ച ന വിദുർ ആസുരാജന. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ല. അങ്ങനെയുള്ള ആൾക്കാർ എന്താ പറയാ? അസുരന്മാർക്കാണ് ശരിക്കും എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലെന്നുള്ളത്, വിഹിത കർമ്മമാണോ അവിഹിത കർമ്മമാണോ എന്ന് തിരിച്ചറിയാത്തൊരവസ്ഥ, മായയിൽ അകപ്പെട്ട് ആകെ ഒഴുകുന്ന അവസ്ഥയാണ്, അല്ലെ? ഒരു അസുരനെ സംബന്ധിച്ച് അല്ലെ, അവൻ ആരുടെ ഭാര്യ വേണമെങ്കിലും തട്ടിക്കൊണ്ടു പോവാം, ഉപദ്രവിക്കാം, ആരെ വേണേ കൊല്ലാം, ഒരു ബ്രാഹ്മണരെ വധിക്കാം, യജ്ഞകുണ്ടങ്ങളിൽ വിസർജ്യം ഒക്കെ കൊണ്ടിടാം, അല്ലെ? അങ്ങനെ ഒരുപാട് പശുക്കളെ കൊല്ലാം. അപ്പൊ ഇവന് അറിയില്ല, ഈ അസുരന്മാർക്ക് അറിയില്ല ശരി തെറ്റ് തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും ഇല്ല. അവന്റെ ജ്ഞാനം മായയിൽ അപഹരിക്കപ്പെട്ടതാണ്. അപ്പോ ഈ പ്രവർത്തിച്ച നിവർത്തിച്ച ന വിദുർ ആസുരാജന എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഒരു ചെയ്യേണ്ട കാര്യം, ചെയ്യേണ്ടത്ത കാര്യം, അങ്ങനെ രണ്ട് തരം കാര്യങ്ങളുണ്ട്. കർമ്മങ്ങൾ വേർതിരിച്ചിട്ടുണ്ട്, അല്ലെ? വിഹിത കർമ്മങ്ങളും അവിഹിത കർമ്മങ്ങളും, കർമ്മ അല്ലെങ്കിൽ വികർമ്മ. അപ്പൊ ഇവിടെ സാംഖ്യയോഗത്തിനെ പറ്റിയിട്ട് ഇവിടെ പറ്റി പറയുന്നുണ്ട്. സാംഖ്യയോഗം, അല്ലെ? സാംഖ്യയോഗം രണ്ട് തരത്തിലുള്ള സിദ്ധാന്തമുണ്ട്. ഒന്ന് നാസ്തിക കപിലന്റെ സാംഖ്യ സിദ്ധാന്തം, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒന്ന് ഭഗവാന്റെ തന്നെ തിരുവവതാരമായിട്ടുള്ള കപിലമുനി സ്വന്തം മാതാവായിട്ടുള്ള ദേവഹൂതിക്ക് ഈ ഭഗവത് തത്വങ്ങളും ആത്മതത്വങ്ങളും ഒക്കെ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു സിദ്ധാന്തമാണ് കപിലന്റെ സാക്ഷാൽ ഭഗവാനായിട്ടുള്ള കപിലന്റെ ഉപദേശം. പിന്നീട് സമീപഭാവിയില് എന്താ പറയാ, അത് കഴിഞ്ഞിട്ട് സമീപകാലത്ത് ഒരു കപിലനുണ്ടായി, താരതമ്യേന സമീപകാലത്ത്. ആ കപിലൻ പറഞ്ഞ ഫിലോസഫി ഒക്കെ സാംഖ്യയോഗം തന്നെയാണ് പറഞ്ഞത്. പക്ഷെ സാംഖ്യയോഗം മൊത്തം നാസ്തികവാദമായിരുന്നു, നിരീശ്വരവാദമായിരുന്നു. അതില് ഈശ്വരനും ഒന്നും അവിടെ വരുന്നില്ല. ഈശ്വരനും മറ്റു കാര്യങ്ങളും ഭഗവത് സേവനങ്ങളും ഭക്തിയൊന്നും അതിലില്ല.
ഈശ്വരനില്ലാത്തതാണ്. അതുകൊണ്ട് പ്രഭുപാദ് പറയുന്നത് രണ്ടും തമ്മിൽ നമ്മൾ മാറിപ്പോകരുത്. പല പണ്ഡിതന്മാരും പറയുന്നത് കൃഷ്ണൻ ഇവിടെ പറഞ്ഞ സാംഖ്യയോഗം ഈ നാസ്തിക കപിലന്റെ സാംഖ്യയോഗമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രഭുപാദർ എടുത്തു പറയുന്നു ആ സാംഖ്യയോഗം അല്ല, സാക്ഷാൽ ഭഗവാനായിട്ടുള്ള കപിലദേവൻ പറഞ്ഞ അമ്മയ്ക്ക് ഉപദേശിച്ച ആ സാംഖ്യയോഗവും ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുത്ത അർജുന ഉപദേശ സാംഖ്യയോഗവും ഒന്നാണ്. രണ്ടും വ്യത്യസ്തമാണ്. കാരണം രണ്ടും ശാസ്ത്രങ്ങളുടെ വേദശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ തെറ്റോ വ്യത്യാസമോ വരാൻ സാധ്യതയില്ല. പക്ഷെ നാസ്തികവാദം പറയുന്ന കപിലന്റെ സാംഖ്യയോഗം കേട്ട് നിങ്ങൾ വഴിതെറ്റിപ്പോകരുതെന്ന് പ്രഭുപാദ് പറയുന്നുണ്ട്. പിന്നെ എന്താണ് സാംഖ്യയോഗം എന്ന് പറഞ്ഞാല്? സാംഖ്യയോഗം എന്ന് വെച്ചാല് ശരീരത്തെ പറ്റിയും ആത്മാവിനെ പറ്റിയുള്ള ഒരു അപഗ്രഥനമായിട്ടുള്ള പഠനം എന്ന് വെച്ചാൽ വളരെ ഡീറ്റെയിൽഡ് സ്റ്റഡി അല്ലെ, വളരെ വിശദമായിട്ടുള്ള പഠനത്തെയാണ് ഈ സാംഖ്യയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വൈദിക സനാതന സംസ്കാരത്തില് ഷഡ്ദർശനങ്ങളെ പറ്റി കേട്ടിട്ടാണ് നമ്മൾ അല്ലെ. അതിൽ ഒന്നാണ് സാംഖ്യയോഗം, ഷഡ്ദർശനങ്ങളിൽ പെട്ടതൊന്നാണ്. അപ്പൊ ഈ ശരീരം എന്താണ്, ആത്മാവ് എന്താണ്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതിന്റെ തമ്മിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഈ ജീവാത്മാവ് എന്താണ്, ആരാണ്, എവിടെ നിന്ന് വന്നു, ജീവാത്മാവും പരമാത്മാവുള്ള ബന്ധമാണ്, ഇതിങ്ങനെയുള്ള ഒരു വളരെ വിശദമായിട്ടുള്ള ഒരു സ്റ്റഡിയാണ്, ഒരു പഠനം, അപഗ്രഥനമായിട്ടുള്ള പഠനം ആണ് ശരിക്കും ഈ സാംഖ്യയോഗം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഒരു വാക്ക് ഇവിടെ ഭഗവാൻ പറയുന്നത് ബുദ്ധിയോഗം. എന്താണ് ബുദ്ധിയോഗം എന്ന് ഇവിടെ പ്രഭുപാദ് വ്യക്തമാക്കി പറയുന്നുണ്ട്, കൃഷ്ണനും പറയുന്നുണ്ട് അല്ലെ. ബുദ്ധിയോഗം ദദാമി അല്ലെ, ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ എന്താ തേഷാ സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ അല്ലെ. ഭഗവാന് എങ്ങനെയുള്ളവർക്കാണ് ഭഗവാൻ ബുദ്ധി നൽകുന്നത്? ബുദ്ധിയോഗം എന്ന് വെച്ചാൽ എന്താണ്? ശരിക്കും പ്രഭുപാദ് പറയുന്നത് ബുദ്ധിയോഗം എന്ന് പറയണത് സാക്ഷാൽ ഭക്തിയോഗം തന്നെയാണ്. ഭക്തിയോഗം ഈസ് ഈക്വൽ ടു ബുദ്ധിയോഗം. ഈ ഭക്തിയോഗം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഭക്തി എന്ന് വെച്ചാൽ എന്താണ് ഭക്തി? ആർക്കെങ്കിലും പറയാമോ? ചോദ്യമാണ്, ആർക്കെങ്കിലും പറയാമോ? എന്താണ് ഭക്തി? പ്രഭുപാദർ ഭക്തിക്ക് നിർവചനം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഭക്തി എന്ന് വെച്ചാൽ? എന്താണ്? നമ്മൾ പുറത്തുള്ള പല പ്രഭാഷണങ്ങളിലും പണ്ട് കേട്ടിട്ടുണ്ടാകും ഭഗവാനോടുള്ള പ്രേമം. പ്രഭുപാദ് പറഞ്ഞത് കുറച്ചുകൂടെ ഒരു സ്പെസിഫിക് ആയിട്ട് പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്. നാരദ ആദ്യത്തെ സൂത്രത്തിന് പ്രഭുപാദ് വ്യാഖ്യാനം പറയുമ്പോൾ അതിന് പദാനുപത വിവരത്തിൽ പ്രഭുപാദ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനു മുമ്പ് ഞാനും പല ആൾക്കാരുടെയും ഇസ്കോൺ വരുമ്പോൾ പല ആൾക്കാരുടെയും ഭക്തി സൂത്രമൊക്കെ കേട്ടിട്ടുണ്ട്, പ്രഭാഷണം കേട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഭക്തി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഭാഷണം നടത്തുന്നല്ലാതെ എന്താണ് ഭക്തി, അന്ന് വിതുരരും അല്ലെങ്കിൽ കുന്തി മാതാവും ഒക്കെ അനുഭവിച്ച ആ ഒരു ഭക്തി, അതിന്റെ മാധുര്യം എന്താണ് എന്നുള്ളത് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് അറിയണ്ടേ, എങ്കിലും അത് നമുക്ക് അതിന്റെ മാധുര്യം അറിയാൻ പറ്റുള്ളൂ. വെറുതെ ഒരു നമ്മള് ദീപസ്തംഭം മഹാചര്യം എന്നിട്ട് കുറെ കവിതയോ സാഹിത്യം എഴുതിയിട്ട് കാര്യമുണ്ടോ? ആ ദീപസ്തംഭം എന്താന്ന് നമ്മൾ അറിയണ്ടേ? അത് അറിയാതെ അതിനെപ്പറ്റി വെറുതെ കുറെ സാഹിത്യം അല്ലെങ്കിൽ കവിത കേട്ടിട്ട് ആ സംഭവം എന്താണ് നേരിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയല്ലേ പറ്റും. അപ്പോ ശ്രീല പ്രഭുപാദര് ഭക്തിസൂത്രത്തിന് ഒന്നാം സൂത്രം ഇതാണ്. ഒന്നാമത്തെ സൂത്രം എന്താണ്? അഥാതോ ഭക്തിം വ്യാഖ്യാസ്യാമഹ. എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. അതിനാൽ ഇനി ഞാൻ ഭക്തിയെ പറ്റി വിശദീകരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ പ്രഭുപാദർ കൊടുക്കുന്നുണ്ട് ഡിവോഷണൽ സർവീസ്, ഭക്തിയുടെ സേവനത്തിനെയാണ് അവിടെ ഭക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ ഭഗവാന് എങ്ങനെയുള്ള ഭക്തിയാണ്? ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് തേഷാ സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ. 10 അധ്യായത്തിൽ 10-ാം ശ്ലോകമാണത്. ഭഗവാൻ പറയുന്നുണ്ട് എങ്ങനെയാ? പ്രീതിപൂർവം. നമുക്കെല്ലാവരും ചിലർ നമ്മളിങ്ങനെ ഒരു ബഹുമാനം കാണിക്കും, അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് കാണിക്കും, അല്ലെങ്കിൽ ഭയം കാണിക്കും. അതൊക്കെ ആർട്ടിഫിഷ്യലി കാണിക്കാൻ പറ്റും. പക്ഷെ പ്രീതി എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ട് വരേണ്ടതാണ്, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് അല്ലെ, ഹൃദയത്തിനുള്ളിൽ നിന്ന് വരേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രീതിപൂർവം ഭഗവാനെ ഭജിക്കണം. ഈ ഭജ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനെ സേവിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. പണ്ട് കാലത്ത് ഈ ഭ എന്നുള്ള അക്ഷരം ശരിക്കും വിഷ്ണുവിനും കൃഷ്ണനും മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഭജന, ഭാഗവതം, ഭഗവാൻ, ഇതൊക്കെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നീട് അത് പലരുടെയും പേരാണ് ഇത് ചേർത്ത് പേരൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അത് വേറെ ചരിത്രം. അപ്പോ ഈ ബുദ്ധിയോഗം, ബുദ്ധി എന്ന് വെച്ചതാണ് ഇന്റലിജൻസ് അല്ലെ, ബുദ്ധി.
ബുദ്ധിമാന്മാർ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അല്ലെ ഭഗവാൻ. അപ്പം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യന്തേ. അല്ലെ, എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് വാസുദേവൻ സ മഹാത്മാ സുദുർലഭ. വാസുദേവനാണ് പരമസത്യം, അദ്ദേഹത്തിനെയാണ് ശരണം പ്രാപിക്കേണ്ടത്. ഞാൻ ഈ പരമപുരുഷായിട്ടുള്ള പരമദിവ്യോത്ത പുരുഷായിട്ടുള്ള വാസുദേവന്റെ അംശമാണ് എന്ന് മനസ്സിലാക്കുന്നത് അനേക ജന്മങ്ങൾ എടുത്ത ശേഷം മാത്രമാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമാൻ മാത്രമേ, പ്രഭുപാദ് പറഞ്ഞു, കൃഷ്ണയെ ഭജേ സൈ ബഡാ ചതുരഹ. ചതുര മീൻസ് ഇന്റലിജന്റ്. ചതുര എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, നമ്മുടെ ചതുരനാണെന്ന് പറഞ്ഞാൽ ബുദ്ധിമാനാണ്. പ്രഭുപാദ് പറയുന്നുണ്ട്, കൃഷ്ണയെ ഭജേ, കൃഷ്ണനെ ഭജിക്കുന്ന. ഭജ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം വന്നു കഴിഞ്ഞു. സേവനവും നാമജപവും ഭഗവാന്റെ അവതാന കീർത്തികളും എല്ലാം അവിടെ വന്നു കഴിഞ്ഞു. ഭജ എന്ന് പറഞ്ഞാൽ അതാണ്. ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഭജിക്കുക എന്ന് പറഞ്ഞാല് അതില് സോറി, ഹരേ കൃഷ്ണ. ഭജിക്കുക എന്ന് പറഞ്ഞാൽ അതിലെല്ലാം വന്നു കഴിഞ്ഞു. ഭഗവാനെ ഉപാസിക്കുക, അല്ലെങ്കിൽ ഭഗവാന് എന്താ പറയാ, ഹൃദയ അന്തരംഗത്തിൽ നിന്നുള്ള ആ ഒരു പ്രേമത്തോടുള്ള എന്താ പറയാ സേവനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ബുദ്ധിമാൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിയാണ്. നമ്മൾ ബാക്കി വളരെ ക്ലവർനെസ് കാണിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ചാതുര്യം കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ പൊതുവെ ബുദ്ധിമാൻ എന്ന് പറയുമെങ്കിലും യഥാർത്ഥ ബുദ്ധിമാൻ ആരാണ്? ഈ വാസുദേവനാണ് സർവ്വം എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് ശരണം പ്രാപിച്ച് അദ്ദേഹത്തിന്റെ പ്രേമത്തോടുള്ള സേവനം ചെയ്യണം. വെറുതെ ചടങ്ങിന് വേണ്ടി ചെയ്തു. നമുക്കറിയാം, പലരും വന്നിട്ട് പല സ്ഥലങ്ങളിലും പല സേവനങ്ങൾ പോലെയൊക്കെ പലരും ചെയ്യാറുണ്ട്, നാമജപിക്കും. പക്ഷെ അതൊക്കെ അവരുടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കും ആശയപൂർത്തീകരണത്തിനും വേണ്ടിയിട്ടാണ്. പലരും നമുക്കറിയാം, അമ്പലത്തിൽ ചോദിക്കുന്ന എന്താണ്, എനിക്ക് ഇന്ന ജോലി കിട്ടണം, എന്റെ മോന് ഇങ്ങനെ എക്സാം പാസ്സാണ്, മോൾക്ക് കല്യാണം ആവുന്നില്ല. ഇതൊക്കെയാണ് നമുക്കറിയാം. അമ്പലത്തിൽ നിൽക്കുമ്പോൾ പലരും വന്ന്, അവർക്ക് ശരിക്കും അറിയേണ്ട കാര്യം എന്താണ്? അതാതോ ബ്രഹ്മജിജ്ഞാസ. ഞാൻ ആരാണ്, ഈശ്വരൻ ആരാണ്? ഇങ്ങനെ എപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ടോ? അങ്ങനെ പൊതുവെ ആരും ചോദിക്കാറില്ല. എല്ലാവർക്കും അവരവരുടെ ഭൗതികമായിട്ടുള്ള കാര്യം, അഭിലാഷ പൂർത്തീകരണമാണ് പ്രധാനം. വളരെ അപൂർവം ആൾക്കാർ മാത്രമേ വന്ന് ചോദിക്കുള്ളൂ, ഭഗവാൻ ആരാണ്, എങ്ങനെ ഭഗവാനെ നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഇത്രയും വർഷത്തെ പ്രീച്ചിങ് അല്ലെ, നമുക്ക് അനുഭവം പലർക്കും, പല സീനിയേഴ്സ് ആയിട്ടുള്ള ഡിവോട്ടീസ് ഉണ്ട് ഇവിടെ ഈ ഓൺലൈനിൽ തന്നെ. അപ്പൊ അനുഭവത്തിൽ നമുക്കറിയാം അല്ലെ. നമ്മൾ അമ്പലത്തിൽ പലരും വന്ന് പറയുന്നതാണ്, സ്വാമി എനിക്കിത് നടക്കുന്നില്ല, മോന് ഇത് നടക്കുന്നില്ല, മോന് പറഞ്ഞാൽ കേൾക്കുന്നില്ല, മോൾ ഇങ്ങനെയാണ്. എത്രയോ നമ്മൾ വർഷങ്ങളായിട്ട് കേൾക്കുന്നുണ്ട് അല്ലെ. പക്ഷെ അതിൽ എത്ര, ഒരു 100ൽ നമ്മൾ എത്ര, അതിൽ ഒരാളോ രണ്ടുപേരും ആയിരിക്കില്ലേ നമുക്ക് ഭഗവാനെ പറ്റി അറിയണം, അല്ലെങ്കിൽ ഭഗവാൻ ആരാണ്, ഈശ്വരൻ ആരാണ്, എനിക്ക് എങ്ങനെ ഭഗവാന്റെ അടുത്ത്, അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ നമ്മുടെ അടുത്ത് ഇതുവരെ അല്ലെ. അപ്പം അതിനാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ബുദ്ധിയോഗം, യോഗം എന്ന് വെച്ചാൽ എന്താണ്? ബുദ്ധി എന്ന് വെച്ചാൽ ഇന്റലിജൻസ് പറയും നമ്മൾ. അപ്പൊ യോഗം എന്ന് പറഞ്ഞാൽ ആ പരമാത്മാവ്, അതായത് ജീവാത്മാവും പരമാത്മാവുള്ള ഒരു കൂടിച്ചേരൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രഭുപാദ് പറയുന്നുണ്ട്, ഈ മോക്ഷ ആ ഉദ്ദേശിക്കുന്ന കൂടിച്ചേരലല്ല. നമ്മൾ പൊതുവെ കേരളത്തിലും ഒക്കെ പൊതുവെ നമ്മൾ കേൾക്കുന്ന എന്താണ്? മോക്ഷം എന്ന് വെച്ചാൽ പരബ്രഹ്മത്തിൽ ലയിച്ചു ചേരുക. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതൊരു മോക്ഷമേ അല്ല. ഇവിടെ പ്രഭുപാദ് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, കോട്ട് ചെയ്ത് പറയുന്നുണ്ട്, ചൈതന്യ ചരിതാമൃതത്തില്, ഭുക്തി മുക്തി സ്പൃഹ യാവത് പിശാചി ഹൃദി വർത്തതേ താവത് ഭക്തി സുഖസ്യാത്ര കഥം അഭ്യുദയോ ഭവേത്. ഇത് ഭക്തിരസാമർ സിന്ധുവിലുള്ള ഒരു ശ്ലോകമാണ്. ഇതാണ് ഭുക്തി മുക്തി സ്പൃഹ യാവത് പിശാചി ഹൃദി വർത്തതേ. ഭുക്തി മുക്തി, ഭുക്തി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ എല്ലാം ഈ ഭൗതികമായിട്ടുള്ള ആസ്വാദനം. നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഭഗവാന്റെ അംശമായിട്ട് നമ്മൾ ഭഗവാനോട് ഉണ്ടാകും, നമ്മളൊക്കെ എങ്ങനെ വീണുപോകാൻ കാരണം എന്താണ്? പതിതാമ്മ വിഷമേ ഭവാംബുദോ, ഈ ഭവാംബുദിയില് ഭവസാഗരത്തിൽ വീണുപോകാൻ കാരണം എന്താണ്? ഭഗവാനിൽ നിന്ന് വിഭിന്നമായിട്ട് സ്വന്തമായിട്ട് ഇന്ദ്രിയ ആസ്വാദനം നേടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ വീണുപോയത്. നമ്മളെല്ലാ ജീവാത്മാക്കളും വീണുപോകാൻ കാരണം അതാണ്. നമ്മൾ ഈ എന്താ പറയാ, കൃഷ്ണനിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ആഗ്രഹം വന്നുപോയി. നമുക്ക് സ്വയം യജമാനാണെന്ന് ആഗ്രഹം വന്നുപോയി, നമ്മൾ സ്വയം ആസ്വാദനാവണം എന്നുള്ള ഒരു വന്നുപോയി. അതുകൊണ്ടാണ് ഈ ദുർഗുണ പരിഹാര പാഠശാലകളിലെ ഭൂമി നമ്മളൊക്കെ വന്ന് പെട്ടതും ഇപ്പൊ ഇവിടെ നിന്ന് പല കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ കാരണം എന്താ? അപ്പൊ അങ്ങനെ നമുക്കങ്ങനെ വരാൻ കാരണം എന്താണ്? നമുക്ക് അങ്ങനത്തെ ഒരു ഇന്ദ്രിയ ആസ്വാദനം വരാനുള്ള പ്രധാന കാരണം എന്താണ്? ഭഗവാനിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു ചിന്ത വരാനും അല്ലെങ്കിൽ ആസ്വദിക്കണം എന്നുള്ള ഒരു കാരണം, വീഴാനുള്ള കാരണം ആസ്വാദനത്തിനുള്ള ത്വരയാണെന്ന്
പറഞ്ഞു. അപ്പോ ഈ ആസ്വാദനത്തോടെ ത്വര വരാൻ പ്രധാന കാരണം എന്താണ്? ആർക്കെങ്കിലും പറയാമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ പതനത്തിനുള്ള പ്രധാന കാരണം എന്താണ്? നമ്മളെ മായ പിടിച്ചോട്ടെ. ഇപ്പൊ ഇങ്ങനത്തെ ഇത് വരാൻ കാരണം മായയാണ് അല്ലെ? മായ പിടിയും കാരണം കൃഷ്ണ ഭുലിയ ജീവ ഭോഗവാഞ്ചകരേ പശതേ മായാതാരേ ജബഡിയതരേ. കൃഷ്ണ ഭുലിയ. ഭുലിയ മീൻസ് എന്താണ്? നമ്മൾ ഭുലിയ എന്ന് ഹിന്ദി പറയില്ല. എന്താണ് ബംഗാളിയിൽ പറയുന്നത്? ഭുലിയ എന്ന് വെച്ചാൽ കൃഷ്ണനെ മറന്നു നമ്മള്. കൃഷ്ണൻ എന്നുള്ള പരമപുരുഷനുള്ള ഭഗവാനെ മറന്നു. ആ മറവിയാണ് നമ്മുടെ സകല നാശത്തിനും വീഴ്ചയ്ക്കും കാരണം. കൃഷ്ണ ഭുലിയ ജീവ ഭോഗവാഞ്ചകരെ പശതേ മായാതാരെ ജപടിയതര ആണ്. ആ കൃഷ്ണനെ മറക്കുന്ന നിമിഷം തന്നെ നമ്മളെ ഈ മായ അപ്പോഴേ പിടികൂടുകയാണ്. പിന്നെ പുനരവി ജനനം, പുനരവി മരണം, ജഡരീ ജനനി ജഡരെ ശയനം, ഇത് തന്നെ നമ്മുടെ അവസ്ഥ. അപ്പൊ കൃഷ്ണനെ നമ്മൾ മറന്നുപോയി. കൃഷ്ണൻ എന്നൊരു ഒരു പിതാവുണ്ട്, അല്ലെങ്കിൽ പരമപുരുഷനായിട്ടുള്ള ഈശ്വരനുണ്ട്, നീന്താവ് ഉണ്ടെന്ന് മറന്ന് നമ്മൾ സ്വയം ഇന്ദ്രിയ ആസ്വാദനത്തിന്റെ അവസ്ഥയിലേക്ക് പോയപ്പോഴാണ് നമ്മൾക്ക് ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും ജന്മമൃത്യു ജരാവ്യാധികളൊക്കെ നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കാനും പലതരത്തിലുള്ള താപത്രയങ്ങളായിട്ടുള്ള അല്ലെ, ആദിദൈവികം ആദിഭൗതികം ആധ്യാത്മികം തുടങ്ങിയ ഈ ദുരിതങ്ങൾ നമ്മളെ കഷ്ടപ്പെടുത്താൻ തുടങ്ങിയത്. മനസ്സിലായി? ഹരേ കൃഷ്ണ. സോറി. അപ്പോ ഈ ഭഗവാനെ പ്രേമം അല്ലെ, പ്രേമത്തോട് സ്നേഹത്തോടു കൂടിയുള്ള ആ ഒരു സേവനം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് നമ്മുടെ കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചിക്കും. മോക്ഷം, അല്ലെങ്കിൽ മോക്ഷമൊന്നുമല്ല, കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചിക്കപ്പെടും. ആ ഒരു കയറ് നമ്മുടെ കൈയും കാലും ഒക്കെ കെട്ടി നമ്മളിവിടെ ബന്ധന ഇന്ദ്രിയ ആസ്വാദനമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത കയറ്. ഈ ഇന്ദ്രിയ ആസ്വാദനം നമ്മളിങ്ങനെ കെട്ടുപണഞ്ഞ് ഓരോ പ്രാവശ്യം നമ്മൾ കെട്ടഴിക്കാൻ നോക്കുമ്പോഴും ഒരു പ്രത്യേകതരം ഒരു വലയാണത്. ഓരോ പ്രാവശ്യം നമ്മൾ വേറെ എന്താ പറയാ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓരോ മാർഗത്തിലൂടെ ഇത് കെട്ടഴിക്കാൻ നോക്കുമ്പോഴും ഓരോ കെട്ടും കൂടുതൽ മുറുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഈ ചെലന്തി വല, അതിൽ അകപ്പെട്ട പ്രാണികൾ എങ്ങനെയാണ് ഓരോ തവണയും അത് അഴിക്കാൻ നോക്കുമ്പോൾ കൂടുതൽ അത് ടൈറ്റ് ആവുന്ന അവസ്ഥയാണ് ആ ജീവിക്കുണ്ടാവുക എപ്പോഴും. അങ്ങനെയാണ് ആ ചെലന്തി വലയുടെ ഘടന അങ്ങനെയാണ്. പക്ഷേ നമുക്ക് ആ വേറെ ആൾക്ക് അതിനെ ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റുന്നില്ല അല്ലെ, പുറത്തുള്ള ആൾ, ഈ വലയപ്പെട്ട ആൾക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല ഒരു ജീവിക്ക്. പക്ഷെ നമ്മളൊരു ഗുരു, ഒരു വൈഷ്ണവൻ വന്ന് നമ്മളെ രക്ഷിക്കാൻ പറ്റും. ആ വലയിൽ നമ്മളെ ജനന ചക്രത്തിലുള്ള ആ ഒരു മായാ വലയത്തിൽ നമ്മളെ രക്ഷിക്കാൻ പറ്റും. നമുക്ക് സ്വയം നമ്മൾ അഴിച്ചെടുക്കാൻ നോക്കുമ്പോഴത്തേക്കും അതിനുള്ള ആ വലയിൽ നിന്ന് അഴിക്കാനുള്ള എളുപ്പ മാർഗമാണ് കൃഷ്ണാബോധം, അല്ലെങ്കിൽ ഭക്തിയുത മാർഗം, അല്ലെങ്കിൽ ഭക്തിയുത സേവനം. അതെങ്ങനെ ചെയ്യണം? അത് നമ്മൾ പ്രേമത്തോട്, ഭഗവാനുള്ള സ്നേഹത്തോടുകൂടി ചെയ്യണം. അല്ലാതെ വെറുതെ ഒരു റിച്വലിസ്റ്റിക് നമ്മൾ പറയില്ലേ, ഒരു ചടങ്ങിന് വേണ്ടി ചെയ്യുന്നില്ല, ഒരു ചടങ്ങെന്ന് നമ്മൾ പറയില്ലേ, ആ ചടങ്ങായിട്ട് മാറാതിരിക്കുക. നാമജപം ആയാലും ഭഗവത് സേവനം ആയാലും അങ്ങനെ ചടങ്ങായിട്ട് ചെയ്യുന്ന ഒരുപാട് നമ്മുടെ ഹിന്ദു ധർമ്മത്തിലുള്ള ആൾക്കാരുണ്ട്, അമ്പലങ്ങളിൽ നിന്ന് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇത്രയും ചെയ്തിട്ട് അവർക്ക് എന്തുകൊണ്ട് ഒരു എന്താ പറയാ, ഒരു ഭക്തി അല്ലെങ്കിൽ ആനന്ദം, ശരിയായിട്ടുള്ള ആനന്ദം അവർക്ക് കിട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല എങ്ങനെ ചെയ്യണം എന്നുള്ള ഗൈഡൻസ് ഇല്ല. ഏതൊരു പാഠ്യപദ്ധതിക്കും ഒരു നിഷ്കർഷിക്കപ്പെട്ടുള്ള ഒരു നിയമങ്ങളും ചെയ്യാൻ പാടുള്ള ഡൂസ് ആൻഡ് ഡോൺസ് അല്ലെ, അതൊക്കെ ഉണ്ട്. അതനുസരിച്ച് ഒരു ഇൻസ്ട്രക്ടറുടെ കീഴിൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇൻസ്ട്രക്ടർ, ഒരു നമ്മുടെ ഗൈഡ് അല്ലെ, എങ്കിൽ മാത്രമേ നമുക്കത് ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് പഠിക്കാനും നമുക്ക് അതിൽ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആ ഒരു ഉന്നതമായ നിലയെ നമുക്ക് എത്തിപ്പെടണമെങ്കിൽ ഇത് അങ്ങനെ ഒരു കാര്യം, ഒരു പ്രാക്ടീസ്, ഒരു ചട്ടക്കൂടി നിന്നുകൊണ്ടുള്ള അല്ലെ. നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ അല്ലെ, രണ്ട് കൈയും പിടിച്ച് ബെല്ലും ബ്രേക്കും എല്ലാം വേണം, അല്ലാതെ നമ്മൾ കൈവിട്ട് ആദ്യമേ ഓടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം നമ്മളെല്ലാവരും ഭക്തിയിൽ തുടക്കക്കാരാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പൊ പ്രഭുപാദ അനുഗാസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്? വിധിഭക്തിയാണ്. നിയമങ്ങളെല്ലാം അനുഷ്ഠിച്ചേ പറ്റൂ, നിയമങ്ങളും ഒക്കെ അനുഷ്ഠിച്ചേ പറ്റൂ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പെട്ടെന്ന് നമുക്കൊരു വളർച്ചയുള്ളൂ. നമ്മൾ തൈ നട്ട് കഴിഞ്ഞാലല്ലേ നമ്മൾ ചുറ്റും വേലി കെട്ടി അതിന് വെള്ളം കൊടുത്ത് സംരക്ഷിച്ച് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെറിയൊരു ചെടിക്ക് വളർന്ന് വലിയൊരു മരമായി കഴിഞ്ഞാൽ പിന്നെ വലിയ ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഈ ദുരിതങ്ങളൊന്നും പെട്ടെന്നൊന്നും അഫക്റ്റ് ആവില്ല. നമ്മളൊരു പക്വമാവുന്ന അവസ്ഥയിൽ. അപ്പോഴും സാധനയൊക്കെ വേണം, സാധനയൊന്നും വിടണമെന്നല്ല, അപ്പോഴും സാധനയും ഭക്തി സേവനവും. കാരണം ഒരിക്കലും വിടാൻ പറ്റില്ല. ആക്ച്വലി നമ്മൾ ചെയ്യുന്ന സാധന നാമജപം എന്ന് പറയുന്നത് അതൊരു അമൃതാണ്. ഒരു എന്താ പറയാ, വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യാൻ, നമ്മൾ അതിലേക്ക് ഭഗവാന്റെ സേവനായാലും ശരി, ഭഗവാന്റെ ഗുണലീലകൾ കേൾക്കുന്നതായാലും ശരി,
സേവനം ചെയ്യുന്ന നാമജപാലും ശരി, ഇതെല്ലാം ഒരിക്കലും അതിന് ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിനെ വിട്ടുപോകില്ല. നമ്മൾ പോകാൻ നമുക്ക് പറ്റില്ല ശരിക്കും പറഞ്ഞാല്. ഇവിടെ ശ്രീമദ് ഭാഗവത ശ്ലോകം പറഞ്ഞു, നതേ സ്വാർത്ഥഗതിം വിഷ്ണു ദുരാശയായേ ബഹിരർത്ഥ മാനിനഃ അന്തായതാന്തേരുപനീയമാനസ്തേ അപീശതന്ത്രയാം ഗുരുധാമനി ബദ്ധേ. ശ്രീമദ് ഭാഗവതം 7-ാം സ്കന്ധത്തില് 5-ാമത്തെ അധ്യായം 34 ശ്ലോകം. അതായത് യഥാർത്ഥ അതേ സ്വാർത്ഥഗതി, ഒരു ജീവാത്മാവിന്റെ, ഒരു വ്യക്തിയുടെ ആത്യന്തിക ലക്ഷ്യമായിട്ടുള്ള ഭക്തി ചെയ്ത് ആദ്യം ആ ഭഗവാന്റെ ആ സേവനം ചെയ്ത് പ്രേമയുക്ത സേവനം ചെയ്ത് ഭഗവാന്റെ ധാമമായിട്ടുള്ള വിഷ്ണുവിന്റെ ധാമത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു ജീവാത്മാവിന്റെ ആത്യന്തിക ലക്ഷ്യം. അത് അറിയാതെ പുറമേയുള്ള ആണ് ബഹിരർത്ഥ, ദുരാശയായേ ബഹിരർത്ഥ മാനിനഃ. വെളിയിലുള്ള മറ്റ് ഇന്ദ്രിയ ആസ്വാദന വസ്തുതകളെ അല്ലെ വസ്തുക്കളിലേക്ക് ആകർഷിതരായിട്ട് അതിന്റെ പുറകെ പോയിട്ട് യഥാർത്ഥ ലക്ഷ്യമായിട്ടുള്ള ആ വാസുദേവനെ അല്ലെങ്കിൽ ആ വിഷ്ണുവിനെ അല്ലെങ്കിൽ കൃഷ്ണനെ മറന്നുകൊണ്ട് ഇരിക്കുന്ന ജീവാത്മാക്കളുടെ അവസ്ഥയും, അങ്ങനെയുള്ള ജീവാത്മാക്കളും അന്ധാ യഥാന്തീർ ഉപനീയമാനസ്തേ, ഒരു മറ്റൊരു അന്ധനെ നയിക്കുന്ന പോലെയാണ്. ശരിക്കും ഒരു ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു യഥാർത്ഥ പരമ്പരയിൽപ്പെട്ട ആധികാരികനായിട്ടുള്ള ഒരു ഗുരുവിന്റെ അടുത്ത് അല്ല എത്തുന്നെങ്കിൽ അയാൾ എന്താ ഒരു അന്ധനെ അല്ലെ അന്ധൻ നമ്മൾ പലപ്പോഴും കണ്ടുള്ളൂ. അതിന്റെ പിക്ചറൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഫോട്ടോസ് കണ്ടാവും. അന്ധന്മാരുടെ ലീഡർ അന്ധനാണ്, കണ്ണാണത്ത ആള്. കണ്ണാണത്ത ആള് കണ്ണാണത്ത ആള് നയിച്ച എന്തായിരിക്കും അവസ്ഥ? ചെന്ന് കുഴിയിൽ വീഴും അല്ലെ, കാരണം ഇയാൾക്കും അറിയില്ല എന്താന്നുള്ളത്. അപ്പൊ ശരിക്കും ഭഗവാന്റെ സേവനം ഈ പറഞ്ഞ പോലെ അനുഷ്ഠിച്ച് ഒരു ഗുരുപരമ്പരയിൽ നിന്ന് തന്നെ ഗുരുവിന്റെ ഗൈഡൻസില് അല്ലെങ്കിൽ മാർഗനിർദ്ദേശം അനുസരിച്ചിട്ട് ഭക്തി, അതും ഭഗവാന്റെ അതാണ് ഭജതാം പ്രീതിപൂർവകം. ഇത് ആരും ആരെ കൊണ്ട് തല്ലിപ്പഴിപ്പിച്ചോ ഫോഴ്സ് ചെയ്യേണ്ടതല്ല, പ്രീതിപൂർവകം ഹൃദയത്തിനുള്ളിൽ തന്നെ സ്വാഭാവികമായിട്ട്. കാരണം എല്ലാ ജീവാത്മാവിന്റെ ഉള്ളിലും എല്ലാ ജീവാത്മാവും ഭഗവാന്റെ ദാസന്മാരാണല്ലോ. അപ്പൊ ഈ ദാസന്മാരായത് കാരണം തന്നെ എല്ലാവരുടെ ഉള്ളിലും ഈ സേവനമാനോഭാവം ഉണ്ട്. പക്ഷേ ശൂന്യത ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ലേ. ഇയാൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഈ സേവനം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഇത് എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തേ പറ്റും. അതുകൊണ്ട് ഇയാള് വേറെ പലതിനും സേവിക്കും. ഇവിടെ ബാംഗ്ലൂരൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ദിവസം രാവിലെ ആൾക്കാർ ഈ പട്ടിയും കൊണ്ട് നടക്കണം, നായ്ക്കളെയും കൊണ്ട്. നമുക്ക് തോന്നും ഇവരാണ് ഈ നായെ കെട്ടിവെച്ചിരിക്കുന്നത്. പക്ഷെ അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ നായാണ് ഇവരെ കെട്ടിവെച്ച് ഇവരെ നയിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ഈ നായാണ്. ഒരുപാട് ഇങ്ങനെ രാവിലെ കാണാൻ പറ്റും, അതിനെ കൊണ്ട് നടക്കുന്നതാണ്. അത് തെറ്റെന്ന് പറയല്ല, ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ നമ്മളിങ്ങനെ മറ്റുള്ള ഇതിൽ നമ്മൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്, നമ്മൾ കരുതുന്നത് നമ്മളാണ് അവരെ ബന്ധിച്ചിരിക്കുന്നത്. അല്ല, ശരിക്കും പറഞ്ഞാൽ അവരാ നമ്മളെ ബന്ധിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ ഈ അന്ധന്മാര് ആയിട്ടുള്ള ആൾക്കാരെ അന്ധന്മാരെ നയിച്ചു കഴിഞ്ഞാല് ശരിക്കും ഒരിക്കലും ഈ ബന്ധത്തിന് മോചനം കിട്ടില്ല. അഭീഷതന്ത്രിയാം. ഈശതന്ത്രിയ എന്ന് വെച്ചാൽ പ്രകൃതിയുടെ തന്ത്രി, ചരടുകൾ. പ്രകൃതിയുടെ ഈ ചരടുകൾ ഏതൊക്കെയാണ്? ത്രിഗുണങ്ങൾ അല്ലെ. പ്രകൃതി ചരടുകളാണ് ഏതൊക്കെയാണ്? സത്വരജ തമോ ഗുണങ്ങൾ അല്ലെ, ത്രിഗുണങ്ങൾ. അല്ല, അത് ഒരു ശക്തിയായിട്ട് ഈ ധാമി കെട്ടുകയാണ്. ധാമി ബദ്ധയിയാളെ കെട്ടിവരിഞ്ഞ് വീണ്ടും 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 വയ്ക്കുകയാണ്. എന്താണ്? യഥാർത്ഥ ലക്ഷ്യമായിട്ടുള്ള വിഷ്ണുവിന്റെ അടുത്തേക്ക് ഭഗവാൻ നാരായണന്റെ അടുത്തേക്ക് കൃഷ്ണന്റെ അടുത്തേക്ക് പോകുന്ന ആ ഒരു അവസ്ഥ, ഈ ശരീരം ഉപേക്ഷിച്ച ശേഷം ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന ഒരവസ്ഥ, അതും മറന്നിട്ട് ഭൗതികമായിട്ടുള്ള പുറമേ കാണുന്ന ഭൗതികമായിട്ടുള്ള മറ്റു വസ്തുക്കളിലേക്ക് ആകൃഷ്ടരായിട്ട് ഇരിക്കുന്ന ആൾക്കാര് അന്ധന്മാരായിട്ടുള്ള ഒരു യാതൊരു തരത്തിലുള്ള ആധ്യാത്മിക ഉന്നതിയും പ്രാപിക്കാത്ത അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസും ആത്മീയമായിട്ടുള്ള ഒരു അനുഭവം ഇല്ലാത്ത ആൾക്കാര് നയിക്കുന്ന ഒരു എന്താ പറയാ ഒരു സ്ഥലത്ത് പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥയും ഒരിക്കലും നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഈ ഭക്തി സേവനം ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമല്ല, നമുക്ക് ഈ ഭൂമിയിൽ തന്നെ നമ്മൾ വീണ്ടും ഈ പ്രകൃതിയുടെ കെട്ടുകൾ ഈ തന്ത്രികൾ കൊണ്ട് കെട്ടിവരെയും നമ്മൾ ഇവിടെ തന്നെ ബന്ധനസ്ഥനായി വീണ്ടും 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 ഇവിടെ തന്നെ നമ്മൾ ജനിക്കുകയും മരിക്കുകയും ചെയ്ത് ഇവിടെ തന്നെ നമ്മൾ അങ്ങ് പെട്ടുപോകും. പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ മുക്തി, ഈ പറയുന്ന കൈവല്യ മുക്തി ഒന്നും അവന് ഒരിക്കലും താല്പര്യമില്ലാത്ത കാര്യമാണ്. കാരണം അവിടെ നിഷ്ക്രിയമാണ്. ജീവാത്മാവ് എപ്പോഴും സക്രിയനായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ ജീവാത്മാവിന് പഴയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഭഗവാന്റെ ധാമത്തിൽ ഭഗവാനോടൊപ്പം ഭഗവാന്റെ നിത്യലീലകളിലും ആനന്ദത്തിലും സദാ ആനന്ദമയോഭ്യാസം അല്ലെ,
ആനന്ദം, ശരിയായ ആനന്ദത്തിൽ മുഴുകിയിരുന്ന, അളവറ്റ ആനന്ദം അനുഭവിച്ചിട്ടുണ്ടെന്ന ഒരു ഇതാണ് അല്ലെ. നമുക്കായാലും അല്ലെ, ഒരു പ്രത്യേക ഒരു ജ്യൂസ് കടയിൽ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം ഷോപ്പിൽ പോയി അവിടുത്തെ ഒരു പ്രത്യേകതരം ഒരു കൂട്ട്, അവരുടെ സ്പെഷ്യൽ റെസിപ്പി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും അവിടെ പോകാൻ ആഗ്രഹിക്കും, അല്ലെങ്കിൽ ആ പഴയ ഓർമ്മ മാധുര്യം നമ്മളിൽ ഉണ്ടാവും അല്ലെ. ഈ സാധാരണ ഭൗതികമായിട്ട് ഈ ഒരു ഭക്ഷണ സാധനത്തിന് ഇത്രയും ഒരു ഇതുണ്ടെങ്കിൽ, ശരിയായിട്ടുള്ള ആ ഒരു ആനന്ദം, പരമാനന്ദം അനുഭവിച്ചിട്ടുള്ളവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിൽ സ്ഫുലിംഗം, ഒരു സ്പാർക്ക് കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് അറിയില്ല എന്താണ്, ഏതാണ്, എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാത്തതുകൊണ്ട് മാത്രം നമ്മൾ ഇതാണോ 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 നമ്മൾ അന്വേഷിച്ച് നടക്കുകയാണ്. ഇവിടെ കിട്ടും, നൈതി നൈതി നൈതി, ഇതല്ല ഇതല്ല ഇതല്ല, അങ്ങനെ നമ്മളിങ്ങനെ തപ്പി നടക്കുകയാണ്. ഇതാണോ, ചിലപ്പോൾ ഇതായിരിക്കും, അല്ല ഇതായിരിക്കും, അല്ല ഇതായിരിക്കും. പക്ഷെ ഒരിക്കലും ഇത് ഏതാണെന്നുള്ളത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ശരിക്കും ഒരു യഥാർത്ഥ ഒരു ഗുരു അല്ലെങ്കിൽ ഗുരുപരപ്പെട്ട വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗുരുവിന്റെ പ്രതിനിധിയായിട്ട് ബന്ധപ്പെടുന്നവരെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇതാണോ 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 നമ്മൾ കഴിച്ച മുമ്പ് കഴിച്ച ഇതാണോ? പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ അതുപോലെ ഈ അന്ന് അനുഭവിച്ച ആനന്ദം ഈ എല്ലാ ജീവാത്മാവിന്റെയും ഉള്ളിൽ ഉള്ളത് കൊണ്ടും ഈ ഭഗവാന്റെ തന്നെ വിഭിന്ന അംശങ്ങളായതുകൊണ്ടും ഇവർക്ക് ഇത് കിട്ടാൻ വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷെ അത് അന്വേഷിച്ച് നടന്നിട്ട് കിട്ടുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതിന്റെ യഥാർത്ഥ എന്താ ആ ഒരു ആളുമായിട്ട്, ആ വ്യക്തിയുമായിട്ട്, അനുഭവിച്ച ആളുമായിട്ട് അല്ലെ, നമ്മുടെ അഡ്രസ്സും തെറ്റിപ്പോയി. അഡ്രസ്സ് അറിയുന്ന ആളുടെ പോയിട്ടുള്ള കാര്യമുള്ളൂ. അഡ്രസ്സ് അറിയില്ല, അവനെ പറ്റി ഒന്നും അറിയില്ല ആളുടെ ചോദിച്ചു വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമുക്കൊരിക്കലും ആ ഒരു അഡ്രസ്സിലേക്ക് എത്താനും പറ്റില്ല. ആനുകൂല്യന കൃഷ്ണാനുശീലനം അല്ലെ, അതാണ് ഭക്തി. കൃഷ്ണൻ വളരെ 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 കാരുണ്യവാനാണ്. നിങ്ങൾ ഇതിൽ സ്വല്പം അപ്യസ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയ, ഈ ഒരു പാതയിലേക്ക് വളരെ ചെറിയൊരു സ്റ്റെപ്പ് വെച്ചാൽ തന്നെയും ഭഗവാൻ അത് വളരെ വലിയ കാര്യമായിട്ട് എടുക്കും. അതിന് പ്രഭുപാദ് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, പൂതനയുടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മൾ വലിയ ഭക്തരൊന്നും ആവണമെന്നില്ല, ചെറിയൊരു ഭഗവാനിലേക്ക് ചെറിയൊരു അഭിനിവേശം വന്നാൽ മാത്രം മതി, ബാക്കി ഭഗവാൻ തന്നെ നോക്കിക്കോളും അല്ലെ. ഇവിടെ പൂതനയുടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. 3-ാമത്തെ സ്കന്ധത്തില് 2-ാം അധ്യായത്തിൽ 23 ശ്ലോകം. അഹോ ബഹീയാം സ്തനകാളകൂടം ജിഹാംസയാ പായാത് അപി അസാധീം ലേഭേ ഗതിം ധാത്രി ഉചിതം തദോന്യം കം വാ ദയാലും ശരണം വ്രജേമേ. അഹോബഗീയം സ്തനകാളകൂടം ജിഹംസയ അപായത് അപി അസാധി ലേഭേ ഗതിം ധാത്രി ഉചിതം തദോന്യം കം വാ ദയാലും ശരണം വ്രജേമ. അല്ലയോ കൃഷ്ണ, സ്ത്രീയും കാരുണ്യനായിട്ടുള്ള അങ്ങയല്ലാതെ വേറെ ആരാണ് ഞാൻ ശരണം പ്രാപിക്കേണ്ടത്? അഹോബഗീയാം സ്തനകാളകൂടം, സ്തനത്തില് കാളകൂട വിഷം പുരട്ടി വന്ന് അങ്ങയെ കൊല്ലാനായിട്ട് വന്ന ഒരു അസാധ്വി, ഒരു എന്താ പറയാ, ഒരു അസുര സ്ത്രീ, ഒരു സാധ്യമല്ലാത്തവള്, ഒരു ദുഷ്ട, അവൾക്ക് പോലും അങ്ങനെയുള്ള ഒരു എന്താണ് ബെക്കിയാം, ബെക്കന്റെ സഹോദരിയുണ്ട് ബെക്കി അല്ലെ, ബെക്കി എന്ന് പറയുന്ന പൂതന, അവൾക്ക് പോലും എന്ത് സ്ഥാനം ഭാഗം കൊടുത്തത് അല്ലെ. ഒരാൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉന്നത സ്ഥാനം സ്വന്തം അമ്മയുടെ സ്ഥാനമാണ് അല്ലെ, മാതാവിന്റെ സ്ഥാനം. ആ സ്ഥാനം കൊടുത്ത് അലങ്കരിച്ച് മോക്ഷം നൽകിയ ആളാണ് ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ ആ ഒരു കാരുണ്യം അല്ലെ, ഇത്രയും വലിയൊരു കാരുണ്യം കാണിക്കുന്ന ഭഗവാനല്ല വേറെ ആരാ നമ്മൾ ശരണം പ്രാപിക്കേണ്ടത്? നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ, നമ്മുടെ സ്വഭാവമൊക്കെ നമുക്ക് തന്നെ അറിയാം അല്ലെ. നമുക്ക് തന്നെ സ്വന്തം ചിന്തിച്ചാൽ നമ്മുടെ സ്വഭാവം അത്ര നല്ലതാണെന്നുള്ളത്. ഈ സ്വഭാവം വെച്ചിട്ട് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും വസിക്കുന്നുണ്ട് അല്ലെ, പരമാത്മാവായിട്ട്. അപ്പൊ ഭഗവാന്റെ അവസ്ഥ ആലോചിച്ച് നോക്കണേ, ഭഗവാന്റെ കൃപ ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മളാണെങ്കിൽ ഇരിക്കും അങ്ങനെ സ്ഥലത്ത്. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞിട്ടപ്പ അല്ല, പരിശുദ്ധമായിട്ടുള്ള ഹൃദയമുള്ള ആൾക്കാർ ഉണ്ടായിരിക്കുക നിങ്ങളെല്ലാവരും. പക്ഷെ എന്റെ അവസ്ഥ പറയാം, എന്റെയൊക്കെ ഹൃദയത്തിലൊക്കെ ഭഗവാൻ ഇരിക്കുന്ന വളരെ അത്ഭുതമാണ് സത്യം പറഞ്ഞു, പരമാത്മാവായിട്ട്. ഇത്രയും ഒരു ഡേർട്ടി പ്ലേസ് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞു. നമ്മളാണെങ്കിൽ ഇരിക്കും, നമ്മളിപ്പോ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോയാൽ പോലും അവിടെ ഒരു സ്മെല്ലാണ്, നമ്മൾ ഇറങ്ങി ഓടുകയാണ് അല്ലേ. അതിലും വളരെ മോശമാണ് ചിലപ്പം എന്നെ പോലെ ആൾക്കാരുടെയൊക്കെ ഹൃദയം എന്ന് പറയുന്നത്. അവിടെയും ഭഗവാൻ ഇരിക്കുന്നത്. അപ്പൊ അത് തന്നെ ഒരു എക്സാമ്പിൾ അല്ലേ ഭഗവാന്റെ കാരുണ്യത്തിന്. അപ്പൊ അത്രയും കാരുണ്യം കാണിക്കുന്ന ആ പരമാത്മാവായിട്ടുള്ള ശ്രീകൃഷ്ണനെ അല്ലാതെ വേറെ ആരെ ശരണം പ്രാപിക്കേണ്ടത് നമ്മള്? പൂതനാലോകപാലഘ്നേ രാക്ഷസേരുദരാശന ജിഹാംസയാപി ഹരയേ സ്തനം തത്വാപസദ്ഗതിം കിം പുനഃശ്രദ്ധയാ ഭക്ത്യാ കൃഷ്ണായ പരമാത്മനെ യച്ഛാം പ്രിയതമം കിംനു രക്താസ്തൻ മാധുരോ യഥാ. അപ്പോ പൂതന എന്ന് പറയുന്ന ഒരു കുട്ടികളുടെ രക്തം ആഗ്രഹിച്ച് കിടക്കുന്ന ആ ഒരു ബാലഘാതകിയായിട്ടുള്ള ജിഹാംസയാപി, അത്രയും ഒരു നികൃഷ്ടയായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു രാക്ഷസി, ഹരിയായിട്ടുള്ള ഭഗവാന്റെ സ്ഥാനം പാലൂട്ടി ഭഗവാനെ കൊല്ലാൻ നോക്കിയിട്ട് അവൾക്ക് എന്താ കിട്ടിയത്? ദത്വാപ സദ്ഗതി. എന്താ കൊടുത്തത് അവൾക്ക്? സദ്ഗതിയാ കൊടുത്തത്. കിം പുനഃശ്രദ്ധയാ ഭക്തിയാ കൃഷ്ണായ പരമാത്മനെ. പ്രഭുത് പറയുന്നുണ്ട്,
അങ്ങനെ മോക്ഷം കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം അങ്ങനെയല്ല കാണേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് പ്രേമത്തോട് ഭഗവാനെ ഭയക്കുകയോ ശത്രുവായിട്ടല്ല കാണേണ്ടത്. ഭഗവാനെ മറ്റ് അല്ലെ 5 വിധത്തിൽ ഭഗവാൻ നമുക്ക് ഭജിക്കാന്ന് പറയുന്നുണ്ട്. ഭഗവാനുടെ ബന്ധം നമുക്ക് സ്ഥാപിക്കാന്ന് പറയുന്നുണ്ട്. അതിലേതെങ്കിലും നമ്മൾ ഭഗവാനെ നമ്മൾ സ്മരിക്കുകയും അതായത് ഒരു ശത്രുവിനെ പോലെ നമ്മൾ ഭഗവാൻ ആ ഒരു നെഗറ്റീവ് ഇതെല്ലാം എടുക്കേണ്ടത് പോസിറ്റീവ് സ്മരണം. അത് പോസിറ്റീവായിട്ടുള്ള ഭഗവാനെ സ്വന്തം സുഹൃത്തായിട്ട് അല്ലെങ്കിൽ ഭഗവാൻ നമ്മുടെ യജമാനായിട്ട് കണ്ട് നമ്മൾ കാണാം. അല്ലാതെ ശത്രുവായിട്ട് ഭഗവാന് ഇവിടെ എക്സാമ്പിൾ പറയുന്നത് വെച്ചാല് അത്രയും ഒരു മോശം പ്രവൃത്തി ചെയ്ത ആളെ പോലും ഭഗവാൻ കിം പുനഃശ്രദ്ധയാ ഭക്ത്യ, ഇത്രയും മോശം ചെയ്ത ആൾക്ക് തന്നെ ഹരി എന്ത് കൊടുത്തു? സദ്ഗതി കൊടുത്തു, സ്വന്തം അമ്മയുടെ സ്ഥാനം കൊടുത്തു, അവസാനം സ്വന്തം ധാമത്തിലേക്ക് കൊടുത്തു, മോക്ഷം കൊടുത്ത് കൊണ്ടുപോയി. യച്ഛാം പ്രിയതമം കിം പുനഃശ്രദ്ധയാ ഭക്തി. അപ്പോ ഭക്തിയോടുകൂടി പ്രേമത്തോടുകൂടി ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ സേവനം തരപ്പെടുന്ന നാമം ജപിക്കുന്ന ഭക്തന്മാർക്ക് പ്രത്യേകിച്ച് നമ്മൾ പറയാനുണ്ടോ എന്തെങ്കിലും? പ്രത്യേകിച്ചൊന്നും നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. അല്ലെ, നമ്മളൊരു ചോറ് എന്താ നോക്കാനായിട്ട് ഒരു അരി എടുത്ത് നോക്കിയാൽ നമ്മൾ മുഴുവൻ കലത്തിലുള്ള അരി എടുത്ത് നമ്മൾ ഞെക്കി വെക്കേണ്ട കാര്യമില്ല. ചെറിയൊരു ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് ശരിക്കും ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യൻ. ഒരാൾക്കുണ്ടാവും ഒരു കാര്യത്തിന്റെ ഒരാൾ അനുഭവത്തിൽ നിന്നോ ചെറിയൊരു ഉദാഹരണത്തിൽ നിന്നോ മനസ്സിലാക്കാത്തവൻ എത്ര വലിയ ഉദാഹരണം കാണിച്ചു കൊടുത്താലും മനസ്സിലാക്കില്ല. ബുദ്ധിയുള്ളവൻ എന്താണ്? ബുദ്ധിയോഗത്തിലേക്ക് വന്നവൻ എന്ത് ചെയ്യും? ചെറിയ ഒരു എക്സാമ്പിൾ, ഭഗവാന്റെ ഈ ചെറിയൊരു എക്സാമ്പിൾ കണ്ടിട്ട്, ഉദാഹരണം കണ്ടിട്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും? ഭഗവാന്റെ ആ കാരുണ്യത്തെ പറ്റി മനസ്സിലാക്കിയിട്ട് ആ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുകയും ചെയ്യും. അടുത്തൊരു ചോദ്യം, എല്ലാവരോടും ഒരു ചോദ്യം. ഇവിടെ പ്രഭുപാദ് പറയുന്നുണ്ട് നമ്മുടെ സേവനമൊന്നും ഭഗവാൻ ആവശ്യമില്ല. ഭഗവാനെ സേവിക്കുന്ന ആരാണ്? ലക്ഷ്മി സഹസ്രശത സംഭ്രമ സേവമാനം. അവിടെ ആയിരക്കണക്കിന് 16 ലക്ഷ്മിമാരാ ഭഗവാനെ സേവിക്കുന്നത്. അവിടെ ഭഗവാന്റെ ഓരോ കാര്യങ്ങളും ഭഗവാന്റെ സേവകരായിട്ടുള്ളത്. അപ്പൊ ഈ ഐശ്വര്യദേവതകൾ ലക്ഷ്മി തന്നെ ലക്ഷ്മിമാര് അനന്തകോടി അല്ലെ അനന്തലക്ഷം ലക്ഷ്മിമാര് സേവിക്കപ്പെടുന്ന ഈ ഭഗവാൻ, നമ്മുടെ സേവനം ഭഗവാൻ ഒന്നുമല്ല. ഈ അണ്ണാങ്കുഞ്ഞിന്റെ ആ ഒരു മണ്ണിടുന്നൊരവസ്ഥ ഉണ്ടല്ലോ, അതുപോലും ഇല്ല. അതിന്റെ അത്ര പോലും നമുക്ക് ഒരു പ്രാധാന്യം നമ്മുടെ സേവനങ്ങൾക്ക് ഭഗവാനെ സംബന്ധിച്ച് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്തിനാ ഭഗവാൻ നമുക്ക് ആ സേവനം സ്വീകരിക്കുന്ന വെച്ചാല്, ഭഗവാൻ എന്താ നിവേദ്യം കൊണ്ടുവന്ന് ഭഗവാൻ എന്താ വിശന്നിരിക്കുകയാണ് നമ്മുടെ നിവേദ്യത്തിന് വേണ്ടിയിട്ട്? നമ്മുടെ ഒരു ഉപ്പും കൂട്ടിയിട്ട് മുളകും കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുന്ന രസത്തിന് കുടിക്കാനാണോ ഭഗവാനോട് കാത്തിരിക്കുന്നത്? അല്ല. നമുക്ക് സേവനം നൽകി നമ്മളുടെ ആ ഒരു ശുദ്ധീകരണത്തിനുള്ള സാഹചര്യം ഭഗവാൻ ഒരുക്കി തരികയാണ്. നമ്മൾ സേവനം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഭഗവാനൊന്നുമില്ല. ചെല്ലു പറയണ്ടല്ലോ, ഇന്ന് നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, എടുത്തില്ലെങ്കിൽ എല്ലാ ദിവസം പോലെ ഈ ദിവസം അങ്ങ് പോകും. പക്ഷെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയൊരു മാറ്റമാണെന്നൊക്കെ അങ്ങനെ കേട്ടിട്ടില്ലേ? എന്ന് പറയും പോലെ നിങ്ങൾ ചെയ്താൽ, നമ്മൾ ഭഗവാനെ സേവിച്ചാലും ഇല്ലെങ്കിൽ ഭഗവാൻ ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല ഭഗവാന്. നമ്മൾ ചില മാത്തമെറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് ചില പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും ചില കാര്യം എന്താ പറയാ, നമ്മൾ നെഗ്ലിജിബിൾ എന്ന് പറയില്ലേ, ചില വാല്യൂസ് നമ്മൾ നെഗ്ലിജിബിൾ ആയിട്ട് നെഗ്ലിജ് ചെയ്ത് കളയും, നമ്മൾ അങ്ങ് അവോയ്ഡ് എടുത്ത് കളയും, അത് കണക്കൂട്ടില്ല എന്ന് പറയും പോലെ ഈ അനന്തകോടി ബ്രഹ്മാണ്ടം കാത്തു സൂക്ഷിക്കുന്ന പരിപാലിക്കുന്ന ഭഗവാനെ നമ്മൾ ചെയ്യുന്ന ഒരു പ്ലേറ്റ് ചോറോ അല്ലെങ്കിൽ പനീർ സബ്ജിയോ ഒന്നും ഭഗവാൻ അവിടെ വലിയ പ്രത്യേകത ഒന്നുമില്ല. ഭഗവാൻ എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ എന്താണ് ഭഗവാൻ സ്വീകരിക്കുന്നത്? ഇനിയാണ് ചോദ്യം. നമ്മൾ എന്തിനാണ് ഭഗവാൻ നിവേദ്യം കൊടുക്കുന്നത്? ഭഗവാൻ വിശന്നിരിക്കുകയാണോ ഭഗവാൻ? എന്തിനാണ് ഭഗവാൻ നമ്മൾ നിവേദ്യം കൊടുക്കുന്നത്? ഭഗവാൻ വിശന്നിരുന്നിട്ടാണോ? ഹരേഷ്ണ പ്രഭു, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി പ്രസാദം കഴിച്ച് ഞാൻ പറഞ്ഞു. അല്ലാതെ ഭഗവാന് സമർപ്പിച്ചിട്ട് നമ്മൾ കഴിച്ചാല് നമ്മുടെ പാപം മാറും. ഓക്കെ. പിന്നെ ഇതൊക്കെ ഞാൻ എല്ലാം ശരിയാണ്, എങ്കിലും ഇനിയും ഇങ്ങനെ നമ്മൾ ഇതാണ് ചർച്ചയാണ്. കഥയന്തം തുഷ്യന്തി ചേരാമന്തിച്ച ഒരാൾ മാത്രം പറയാ വാക്കുകളുടെ കേൾക്കാൻ പകുതി തുറന്ന് അങ്ങനെയല്ല, എല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോഴേ നമുക്ക് അല്ലെ എല്ലാവർക്കും ഒരു ആനന്ദം. നമുക്ക് ഭഗവാൻ തന്നെ പറയാൻ എന്താണ്? ഭഗവാൻ പറയുന്നതാണ് കഥയന്തം തുഷ്യന്തി ചേരാമന്തിച്ച. എല്ലാ ഭക്തന്മാരും കൂടി ഭഗവാനെ പറ്റിയിട്ട് ചർച്ച ചെയ്ത് ആനന്ദിക്കാനല്ലേ ഭഗവാൻ പറയണം. അപ്പൊ എല്ലാവരും പങ്കെടുക്കണം, പറയൂ. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ അവരുടെ റിയലൈസേഷൻ. ഞാൻ എന്റെ റിയലൈസേഷൻ അല്ല വേറെ ആളുടെ. പ്രഭാതയുടെ ബുക്ക് നമ്മൾ ഓരോ തവണ വായിക്കുമ്പോൾ ഇതെല്ലാം ഭഗവാന്റേതാണ്. അത് ഞാൻ അതിന്റെ ഒരു ചെറിയ ഭാഗം ഭഗവാനും സമർപ്പിക്കുന്നു. അതും ശരിയാണ്. ഓരോരുത്തർക്കും നമ്മൾ പ്രഭുപാദന്റെ ബുക്ക് വായിക്കുമ്പോൾ തന്നെ ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ പല പല റിയലൈസേഷനാണ് കിട്ടുന്നത്, അനുഭവങ്ങളാണ്, അറിവുകളാണ് കിട്ടുന്നത്, സാക്ഷാത്കാരം കിട്ടുന്നത്. അപ്പൊ എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികൾക്കും ചിലപ്പോൾ ഓരോന്ന് പറയുന്നതായിരിക്കും കിട്ടും, അവർ മനസ്സിലാക്കുന്ന വേറെ പോയിന്റ് ആയിരിക്കും. അപ്പൊ ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോരോ പോയിന്റ്സ് കിട്ടും. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഭഗവാൻ പറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ, പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടും. നമുക്കതിൽ ആനന്ദിക്കുകയും ചെയ്യാൻ പറ്റും. ഇനിയും വരട്ടെ. എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞെല്ലാം ശരി തന്നെയാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ?
ഇവിടെ പ്രഭുപാദ് പറയുന്നുണ്ട്, ജസ്റ്റ് ഇൻഡ്യൂസ് യുവർ ലവ് ഫോർ ഗോഡ്. എന്തിനാണ്? നിങ്ങളുടെ ഭഗവാനിലേക്കുള്ള പ്രേമം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്ന വെച്ചോളൂ, നമ്മൾ അവർക്ക് എന്താ കൊടുക്കുക? ജ്യൂസ് ഒക്കെ കൊടുക്കാറുണ്ട്, അല്ലേ? ജ്യൂസ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കാറ്? ഹരേ കൃഷ്ണ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല ഇത്, ഗീതയിലെ ചോദ്യമൊന്നുമല്ല, സാധാരണ വീട്ടമ്മമാർ ചെയ്യുന്ന കാര്യമാണ് ചോദിക്കണേ. നമ്മൾ എങ്ങനെ ഒരു ഗസ്റ്റിന് കുടിക്കാനുള്ള വെള്ളമോ ജ്യൂസോ കൊടുക്കുന്നത് എങ്ങനെയാണ്? കയ്യിൽ ഒഴിച്ചു കൊടുക്കും. നമ്മൾ കൈക്കുമ്പിൾ കാണിക്കൂ, ഒഴിച്ചു തരാൻ പ്രഭു എന്ന് പറയോ? ഏറ്റവും നല്ല ഗ്ലാസ്സില് നന്നായിട്ട് അലങ്കരിച്ചൊക്കെ ആണല്ലോ. പ്രസാദം കൊടുക്കുന്നത് എങ്ങനെയാണ്? പ്രഭു കൈക്കുമ്പിൾ കാണിക്കൂ, ചോറ് കറി സാമ്പാർ തരാന്ന് പറയോ നമ്മള്? ഇല്ല. എന്ത് ചെയ്യും നമ്മള്? എന്ത് ചെയ്യും? നല്ലൊരു പാത്രത്തിൽ കൊടുക്കുക, അല്ലേ? നല്ലൊരു വൃത്തിയുള്ള പാത്രത്തിൽ ആഹാരം കൊടുക്കും. ആണല്ലേ? അതായത് കയ്യിൽ കൊടുക്കില്ലല്ലോ, അല്ലെങ്കിൽ വായിക്കകത്ത് നേരിട്ടിടും, അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഒരു പാത്രം ആവശ്യമാണ്, അല്ലേ? അതെ, അല്ലെ? ഈ കൊടുക്കാൻ ഒരു പാത്രം ആവശ്യമാണ്. എല്ലാവരും സമ്മതിച്ചാണല്ലോ, അല്ലേ? എതിർപ്പൊന്നുമില്ലോ ആർക്കും? ഇല്ല. ആ എന്ന് പറയും പോലെ നമ്മൾക്ക് ഭഗവാനോട് പ്രേമമുണ്ട്, ഭഗവാനോട് സ്നേഹമുണ്ട് നമുക്ക്. അങ്ങനെ നമ്മൾ ചില ഭഗവാൻ ഒന്ന് മറ്റേ ഹിറ്ററെ പോലെ ഒന്ന് കണ്ണു കുത്തി പൊട്ടിക്കൽ വെടിവെക്കുമെന്ന് പേടിച്ചാണ് നമ്മൾ ഭഗവാൻ കൊടുക്കുന്നത്. അല്ലല്ലോ, പ്രേമത്തോടെ കൊടുക്കില്ല നമ്മളെല്ലാം ഭഗവാൻ, അല്ലേ? നമ്മുടെ സനാതന ധർമ്മത്തിൽ മാത്രം ഒരു പ്രത്യേകതയുണ്ട്, ഈശ്വര ഭയം. സാധാരണ മറ്റു ഇതിലൊക്കെ പറയാറുണ്ട്, ദൈവഭയം ഉള്ളവരാണ് കേട്ടോ. നമ്മൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ദൈവഭയം ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ? നമുക്ക് ആർക്ക് ദൈവത്തിന് ഭയം ഉണ്ടോ? നമ്മുടെ സനാതന ധർമ്മത്തിൽ ആരെങ്കിലും? സനാതന ധർമ്മം നമുക്കാർക്കും വിശ്വാസമില്ല, അതുകൊണ്ട് ആർക്കും ദൈവത്തിന് പേടിയൊന്നുമില്ല. എന്താണുള്ളത്? നമുക്ക് ശരിക്കും ഈശ്വരനോട് എന്താ വേണ്ടത്? പ്രേമം, അല്ലെ? സ്നേഹം, ലവ് ആണ് വേണ്ടത്, അല്ലെ? സ്നേഹവും പ്രേമമാണ് ഭഗവാൻ നമുക്ക് വേണ്ടത്. നമ്മൾ ഈ ചെയ്യുന്ന സേവനങ്ങളും നാമജപം ഭഗവാനുള്ള സ്നേഹം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മള് ഭഗവാൻ അയ്യോ ഇത് ജപിച്ചില്ലെങ്കിൽ ഭഗവാൻ വരുമോ വീട്ടിൽ തോക്കം കൊണ്ട്, അങ്ങനെയല്ല. അപ്പോ നമ്മളുടെ ഈ പ്രേമം കൊടുക്കാൻ ഒരു പാത്രം വേണോ വേണ്ടേ? വേണം. ആ പാത്രത്തിന്റെ സ്ഥാനത്താണ് നമ്മൾ ഈ ചെയ്യുന്ന സേവനങ്ങളും നിവേദ്യങ്ങളും എന്ന് പറഞ്ഞ എന്താണ്? നിവേദ്യം. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ വന്ന ഗസ്റ്റ് വീണ്ടും അതിലേക്ക് വരാം, കൊടുക്കുന്ന ജ്യൂസ് കുടിച്ചിട്ട് അവർ പാത്രം കൊണ്ട് എടുത്തോണ്ട് പോവോ? പോക്കറ്റ് എടുത്തോണ്ട് പോവോ? ഇല്ലെല്ലാം സഞ്ചരിച്ചിട്ട് പോകാറുണ്ടോ? എന്ത് ചെയ്യണം? തിരിച്ച് നമുക്ക് അല്ലെ എടുത്തോണ്ട്, അങ്ങനെ സാധാരണ എല്ലാവരും എടുത്തോണ്ട് പോവാറില്ല, അല്ലേ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ സമർപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഭഗവാൻ കണ്ണുകൊണ്ട് ഭക്ഷിച്ചിട്ട് നമുക്ക് തിരിച്ചു തരുന്നത്. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന പ്രേമമാണ്, സ്നേഹമാണ് ആര് സ്വീകരിക്കുന്നത്? ഭഗവാൻ. എന്നിട്ട് നമ്മൾ കൊടുത്ത പാത്രം തിരിച്ചു തരും, നമുക്ക് തിരിച്ചു തരും. അപ്പൊ നമ്മൾ കൊടുത്ത ആ പാത്രം എന്താണ്? ഭഗവാൻ കൊടുക്കുന്ന നിവേദ്യങ്ങളാണ്, അല്ലേ? അപ്പം ഭഗവാൻ കൊടുക്കുന്ന നിവേദ്യങ്ങളാകുന്ന ആ പാത്രത്തില്, നിവേദ്യപാത്രം തെറ്റിദ്ധരിക്കരുത്, നിവേദ്യപാത്രമല്ല, നിവേദ്യമാകുന്ന ആ പാത്രം, ആ ഒരു പാത്രം, ധ്യാനം, ആ പാത്രത്തില് ഇതിൽ നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നത്? നമ്മള് നമ്മുടെ സ്നേഹമാണ് കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? ആ സ്നേഹം സ്വീകരിച്ചിട്ട് ആ സ്നേഹം കൊടുത്ത പാത്രം എന്ത് ചെയ്യും? നമുക്ക് തിരിച്ചു തരും, അല്ലേ? മനസ്സിലായോ? ഇതൊരു വലിയൊരു വൈഷ്ണവ ആചാര്യൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടൊരു ശ്രീവൈഷ്ണവ ആചാര്യൻ പറഞ്ഞ ഒരു ഉദാഹരണമാണ് അങ്ങനെ പറഞ്ഞത്. എന്തിനു ഭഗവാൻ നിവേദ്യം കൊടുക്കേണ്ട ആവശ്യം? ഭഗവാൻ പ്രഭുപാദ് അതിനെ പറഞ്ഞു, ഞാൻ കേട്ടു. പ്രഭുപാദ് പറയുന്നുണ്ടായിരുന്നു, എന്തിനാ നിവേദ്യം കൊടുക്കുക? ഭഗവാൻ വിശന്നിരിക്കുക, നിങ്ങളുടെ ഒരു ടൊമാറ്റോ റൈസിന് വേണ്ടിയിട്ടോ പപ്പടത്തിന് വേണ്ടി ഭഗവാൻ അവിടെ കാത്തിരിക്കുകയല്ല. ഭഗവാന് സ്വയം ആരാണ്? ഭഗവാൻ സ്വരാടാണ്, അല്ലേ? ഭഗവാൻ സ്വരാടാണ്, അല്ലെ? ആദ്യ ശ്ലോകം തന്നെ ഭാഗവത്തിൽ എന്താ പറയുന്നത്? ഭഗവാൻ സ്വരാടാണ്, സർവതന്ത്ര സ്വതന്ത്രനാണ് ഭഗവാൻ. ഭഗവാൻ ഒന്നിനെ ആശ്രയിച്ചിട്ടല്ല ഭഗവാൻ ഇരിക്കുന്ന അവിടെ. നമ്മളെല്ലാമാണ് ഭഗവാൻ ആശ്രയിച്ചിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ആ ഭഗവാൻ നമ്മുടെ കൊടുക്കുന്ന പ്രേമം, ഇവിടെ ഇത്രയും പറഞ്ഞു വന്നതും അത് തന്നെയാണ്. എന്താണ്? തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം. ഇവിടെ ഏറ്റവും പ്രഭുപാദ് സ്പെസിഫൈ ചെയ്ത് നല്ല എന്താ പറയാ പ്രാധാന്യം കൊടുത്ത് പറയുന്ന പോയിന്റ് എന്താണ്? പ്രീതിപൂർവകം പ്രേമം, ഭഗവാനിലേക്ക് സ്നേഹം, ആ പരമാത്മ ലവ് ഫോർ ഗോഡ് ഹെഡ്, ഇതാണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മൾ ലോകത്ത് പ്രചരിപ്പിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ നമ്മളിങ്ങനെ ഭക്തി സേവനം ചെയ്ത് ഭഗവാനുള്ള പ്രേമത്തിലുള്ള ഓരോ ആക്ടിവിറ്റീസ് ചെയ്ത് അപ്പൊ നമ്മൾ ഈ ഭഗവാനെ സ്നേഹിക്കുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ചാല്, നമ്മളെല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പൊ നമുക്ക് മറ്റുള്ളവരിലും ഓട്ടോമാറ്റിക്കലി സ്നേഹിക്കാൻ നമുക്ക് പറ്റും, വേർതിരിവില്ലാതെ നമുക്ക്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വേറൊരു എന്താ പറയാ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും, അല്ലെ? നമുക്കൊരു റിലേഷൻഷിപ്പ് വരികയാണ്, അല്ലെ? കൃഷ്ണൻ പറയുന്നുണ്ടല്ലേ, ക്ഷേത്രമാണ് ഈ ശരീരം. എന്താണ്? ക്ഷേത്രമാണ്. ക്ഷേത്രജ്ഞനായിട്ടുള്ള പരമാത്മാ കുടികൊള്ളുന്ന ശരീരം എന്ന് പറഞ്ഞ ക്ഷേത്രമാണ്. അപ്പോൾ
ഇതിനെ നമുക്ക് എല്ലാ ജീവാത്മാക്കളും ഭഗവാനെ വഹിക്കുന്ന ക്ഷേത്രങ്ങളാണ്. അപ്പൊ എല്ലാ ജീവികളോട് നമുക്ക് സഹാനുഭൂതിയും സ്നേഹവും കാരുണ്യവും ഒക്കെ നമ്മൾ ഭഗവാനെ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് സ്വാഭാവികമായിട്ട് വന്നു ചേരും. ഈ ലോകത്തിനപ്പോ എന്ത് പറ്റും? ലോകത്തിന് മൊത്തം ഒരു നന്മയും സമാധാനവും ഐശ്വര്യവും ഒക്കെ ലോകത്തിന് തന്നെ വന്നു ചേരും. എന്നിട്ട് ഈ ജീവിതം അവസാനിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് നമുക്ക് തിരിച്ച് പോകാനും ഉള്ള ഒരു ഭാഗ്യം കിട്ടണം, അല്ലെ? അവസരം. അപ്പൊ 6:47 ഭഗവാൻ പറയുന്നുണ്ട്, എന്താണ്? യോഗിനാമപി സർവേഷാം മദ്ഗതേന്ദ്രാത്മനഃ ശ്രദ്ധാവൻ ഭജതയോ മാം സമയയുക്തമോമത. ഭഗവാനായിട്ട് പ്രിയപ്പെട്ടവരാരാണ്? ഏറ്റവും പ്രിയപ്പെട്ട യോഗി ആരാണ്? ഭക്തിയോഗിയാണ്. എന്താണ്? സർവേഷാം, എപ്പോഴും മദ്ഗതേന്ദ്രാത്മനഃ, ഹൃദയത്തിൽ എന്നെ സൂക്ഷിച്ച് നടക്കുന്ന, അല്ലെ, എപ്പോഴും എന്നെ മാത്രം ചിന്തിച്ച് നടക്കുന്ന ആ ഭക്തൻ. ശ്രദ്ധാവാൻ എന്ന് വെച്ചാൽ വിശ്വാസം. ശ്രദ്ധ എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാല് വിശ്വാസം എന്നാണ്. അല്ല, നമ്മൾ പറയുന്ന മലയാളത്തിലെ ശ്രദ്ധയല്ല. ശ്രദ്ധാവാൻ, വിശ്വാസമുള്ളവൻ. എന്താണ്? ഭജതയോമാം സമയുക്തമോ മതഃ. എന്റെ മതം, എന്റെ അഭിപ്രായം എന്താണ്? എല്ലാ യോഗികളിലും വെച്ചിട്ട് വളരെ വിശ്വാസത്തോടുകൂടി എപ്പോഴും എന്നിൽ വസിക്കുന്നവൻ എന്ന് വെച്ചാൽ എന്താണ്? എന്റെ ചിന്തയിൽ വസിക്കുന്നവൻ, എപ്പോഴും എന്നെ തന്നെ സ്മരിച്ച് ജീവിക്കുന്നവൻ, എനിക്കുള്ള എന്താണ് ആധ്യാത്മികമായിട്ടുള്ള പ്രേമത്തോടു കൂടിയുള്ള ഭക്തി സേവനം ചെയ്യുന്ന അങ്ങനെ ഒരു വ്യക്തി എന്നിൽ തന്നെ വസിക്കുവൻ. എന്ന് വെച്ചാൽ എന്താണ്? ഭഗവാനിൽ വസിക്കുന്നത് ഭഗവാന്റെ ധാമത്തിൽ ഭഗവാനോടുകൂടി വസിക്കും. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം കാര്യം അവന് മോക്ഷം എന്നൊരു വിഷയമേ അല്ല. സത്യം പറഞ്ഞാല് ഒരു ഭക്തന്റെ ആഗ്രഹം എന്താണ്? എപ്പോ നോക്കിയാലും എന്താണ് അയാളുടെ ആഗ്രഹം? എന്താണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം? അയാളുടെ ആത്യന്തികമായിട്ടുള്ള ആഗ്രഹം എന്തായിരിക്കും? അയാള് ഭുക്തിയും എന്ന് വെച്ചാൽ ഭൗതികാസ്വാദനം, മുക്തി എന്ന് പറഞ്ഞാൽ മോക്ഷം വേണമെന്നുള്ള. മുക്തി എപ്പോഴും ആഗ്രഹിക്കുന്ന അറിയും. പല ജന്മങ്ങളെടുത്ത് ഭൗതിക ദുരിതങ്ങൾ അനുഭവിച്ച് ഇനി വേണ്ട സ്വാമി എന്ന് പറയുന്ന അവസ്ഥ വരുമല്ലോ. അതാണ് മുക്തി ആഗ്രഹിക്കുന്ന വ്യക്തി. അപ്പോഴാണ് മുക്തിയുടെ ഒരു ആഗ്രഹം വരുന്നത്. അതും സ്പൃഹ, അതിന്റെ ആഗ്രഹമില്ല. യാവത് പിശാചി, എന്താണ് ഈ മുക്തിയും ഭുക്തിയും വേണ്ടിയുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പിശാചിനെ പോലെയാണ്, ഒരു ദുർമന്ത്രവാദി പോലെയാണ്. ഒരു പിശാചിനെ പോലെ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. താവത് ഭക്തി സുഖസ്യാത്ര കഥം അഭ്യുദയോ. അങ്ങനെയുള്ള അവസ്ഥയില് ആയിട്ടുള്ള ഭക്തി എങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഉദ്ഭവിക്കും? വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഭുക്തിക്കും ആഗ്രഹം ഉണ്ടാവില്ല, മുക്തിക്കും ആഗ്രഹം ഉണ്ടാവില്ല. എന്താണ് അയാൾ ആഗ്രഹിക്കുന്ന? ഒന്ന് മാത്രം. എന്തായിരിക്കും? പ്രേമത്തോടുള്ള ഭഗവത് സേവനം മാത്രം, അല്ലെ? പുരുഷരാഴ്വാർ പറയുന്ന പോലെ ദിവ്യവാ ഭുവിവാ, അല്ലെ, ഭൂമിയിലായാലും ആകാശത്തിലായാലും അവിടെ നരകേവാ നരകാന്തക പ്രകാമം, നരകത്തിലായാലും എവിടെയായാലും ശരി എനിക്ക് നരകാന്തക ഭഗവാന്റെ ധാമത്തിലായാലും ശരി എവിടെയായാലും എനിക്ക് എന്ത് വേണം? ഭഗവാന്റെ സ്നേഹം, സേവനം. ഭഗവാൻ സ്നേഹം വേണം, ഭഗവാന്റെ സേവനം, ഡിവോഷൻ സർവീസ്, ഭക്തിയുടെ സേവനം ചെയ്യാനുള്ള അവസരം മാത്രം. സേവനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും അതിനകത്ത്? ഭഗവാന്റെ സേവനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും അതിനകത്ത്? ഭഗവത് സേവനം എന്ന് പറയുമ്പോ പ്രേമം, ഭഗവത് സേവനം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ഭഗവാന്റെ കഥ പ്രചരിപ്പിക്കലും. ആദ്യം ജപിക്കണം സ്വന്തമായിട്ട്. നമ്മുടെ ജപം, നാമജപം, അല്ലെ? ഭഗവാന്റെ ഗുണനാമ ലീല വർണ്ണനം നമ്മൾ ജപിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള ഭക്തനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പിന്നെന്താണ്? ഭഗവാൻ വൈഷ്ണവരെ സേവിക്കുക, തുളസി മാതാവിനെ സേവിക്കുക, ഗോമാതാവിനെ സേവിക്കുക. ഇവരൊക്കെ വൈഷ്ണവരാണല്ലോ. ഭഗവാന്റെ വിഗ്രഹം സേവിക്കുക, ഭഗവാന്റെ അമ്പലത്തിലുള്ള സേവനങ്ങൾ ചെയ്യുക. എല്ലാം തന്നെ നമുക്കറിയാം, അല്ലെ? സ്കൂളിൽ എന്തൊക്കെ സേവനങ്ങളുണ്ട്? ഒരുപാട് സേവനങ്ങൾ നമുക്കുണ്ട്, അല്ലെ? പുസ്തകം വിതരണം ചെയ്യാം. അപ്പൊ ഈ ഒരു സേവനം ഭഗവാന്റെ സേവനമാണ് എന്നും പറയുന്നുണ്ട്. ഇപ്പൊ ഒരു സന്ദർഭവശാൽ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്ന് പെട്ടെന്ന്. ശ്രീമദ് രാമായണത്തില് ലക്ഷ്മണനെ, ഈ വനവാസത്തിൽ നിൽക്കുന്ന, അത് കാട്ടിൽ നിൽക്കുന്ന ലക്ഷ്മണനെ പറ്റിയിട്ട് ഒരു ഭാഗം പറയുന്നുണ്ട്. ലക്ഷ്മണോ ലക്ഷ്മി സമ്പന്ന. അതിന് ആചാര്യന്മാർ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ലക്ഷ്മണോ ലക്ഷ്മി സമ്പന്ന എന്താണ്? കാട്ടില് വളരെ എന്താ പറയാ, കാട്ടിൽ നിൽക്കുന്ന ലക്ഷ്മണൻ എങ്ങനെ ലക്ഷ്മി സമ്പന്നൻ എന്ന് പറയാൻ പറ്റുമോ? എല്ലാം ധരിച്ച് മരവുരിയും ധരിച്ച് ഒരു അമ്പുമില്ല് മാത്രം വെച്ച് കാട്ടിൽ നിൽക്കുന്ന ലക്ഷ്മണനെ അവിടെ പറയാണ് ലക്ഷ്മണോ ലക്ഷ്മി സമ്പന്ന എന്ന് പറയുന്നു. എന്തും അങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറഞ്ഞ എന്തുകൊണ്ടാണ്? ലക്ഷ്മണൻ എന്ത് തരത്തിൽ ലക്ഷ്മി അവിടെ ഉള്ളത്?
എന്തു ലക്ഷ്മണന് പറഞ്ഞു അവിടെ? ലക്ഷ്മണോ ലക്ഷ്മി സമ്പന്ന എന്ന് പറയുന്നുണ്ട്. അവിടെ ഒന്നുമില്ല, മരവുരി ധരിച്ച് വെറുതെ അവിടെ നിൽക്കുകയാണ്. ഒന്നുമില്ല, ഒരു രാജാവിന്റെ രാജകുമാരന്റെ ഒരു തരത്തിലുള്ള എന്താ പറയാ, ഒരു തരത്തിലുള്ള ഒരു വിശേഷങ്ങളോ അല്ലെങ്കിൽ ഒരു ഐശ്വര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ടും അവിടെ പറയുന്ന ലക്ഷ്മണോ ലക്ഷ്മി സമ്പന്ന എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആരെങ്കിലും പറയാമോ? ഭഗവാന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട്. വെറുതെ നിന്നാ മതിയാവും, വെറുതെ നിന്നാ മതിയാവും ഭഗവാന്റെ അടുത്ത് പോയിട്ട്, എങ്കിൽ ലക്ഷ്മി സമ്പന്ന എന്ന് പറയാൻ പറ്റും. ലക്ഷ്മി സമ്പന്ന അർത്ഥം മനസ്സിലായോ? സീതാദേവിയുടെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട്. സീതാദേവി ലക്ഷ്മി. അതും അങ്ങനെ, അത് പൂർണ്ണമായിട്ട് അർത്ഥമല്ല, പൂർണ്ണമായിട്ടുള്ള ഉത്തരവല്ല. ലക്ഷ്മണോ ലക്ഷ്മി സമ്പന്ന എന്നവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്ത് തരത്തിലുള്ള ലക്ഷ്മിയാണ് അവിടെ? ലക്ഷ്മി എന്ന് വെച്ചാൽ ഐശ്വര്യം. എന്ത് തരത്തിലുള്ള ഐശ്വര്യമാണ് അവിടെ ലക്ഷ്മണൻ ഉണ്ടായിരുന്നത്? ഐശ്വര്യം ഭഗവാന്റെ അടുത്ത് നിൽക്കുന്നതോളം കാലം ഐശ്വര്യമാണ്. ലക്ഷ്മി സമ്പന്നോ ബഹിർപ്രാണ ഇഹപ്പര എന്ന് പറയുന്നുണ്ട് രാമായണത്തിൽ, വാൽമീകി പറയുന്നുണ്ട്. ലക്ഷ്മി സമ്പന്നോ ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു സ്വാതന്ത്ര്യത്തിൽ ക്ഷമിച്ചാലും 8 മണിയായി പ്രഭു. അവിടെ ഒരു മെസ്സേജ് വന്നു, വേറെ ക്ലാസ് ഇല്ല എന്നൊരു മെസ്സേജ് വന്നു, അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. ക്ലാസ് ഇല്ല എന്നാണോ പ്രഭു വന്നത്? അനദർ ക്ലാസ് നൗ എന്നാണ് പ്രഭു. ഓ, നൗ എന്നാണ്. നോ, അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, ക്ലാസ് ഇല്ലെന്നാണ് ഞാൻ ശ്രദ്ധിച്ചില്ല. ക്ലാസ് ഇല്ലെന്നൊരു മെസ്സേജ് വന്നു, ഇങ്ങനെ വന്നു പോയി. സോറി പ്രഭു, ഞാൻ ക്ലാസ്. ഓക്കെ, നോ പ്രോബ്ലം പ്രഭു. അപ്പോ ലക്ഷ്മണൻ അവിടെ ഇപ്പൊ നിർത്താം പ്രഭു, ഒരു മിനിറ്റ്. ഞാൻ ക്ലാസ് നോ എന്നാണ് ശ്രദ്ധിച്ചത്, ഞാൻ നൗ എന്നുള്ള സോറി, ഞാൻ ഇതിലും ഒഴുകിപ്പോയി, സോറി. അപ്പൊ ലക്ഷ്മണോ ലക്ഷ്മി സമ്പന്ന എന്ന് പറഞ്ഞ അവിടെ ലക്ഷ്മണനെ പറയുന്ന ഐശ്വര്യം ഭഗവത് സേവനത്തിന്റെ ഐശ്വര്യമാണ്. ആ ഒരു വനത്തിലും ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഐശ്വര്യമാണ് ലക്ഷ്മണൻ ലക്ഷ്മി സമ്പന്നൻ എന്ന് വാൽമീകി പറയാൻ കാരണം. ഹരേ കൃഷ്ണ. സോറി, എന്റെ ഞാനത് ക്ലാസ് ഞാൻ വേറെന്തോ ചിന്തിച്ചത്, വായിച്ചത് വേറെ ആയിപ്പോയി, സോറി. ഒരു കുഴപ്പമില്ല പ്രഭുജി, ഇത്രയും മനോഹരമായ ക്ലാസ് നിർത്താൻ പറയാൻ എങ്ങനെ കഴിയും പ്രഭു? എന്നാൽ വേദനാജനകമായി ഞാൻ അത് പറയേണ്ടി വരുന്നു പ്രഭു. മറ്റൊരു മാതാജി ക്ലാസ് എടുക്കാനായി വെയിറ്റ് ചെയ്യുന്നു, പിള്ളേരുടെ പ്രോഗ്രാം ഉണ്ട്, അതാണ്. ഞാൻ എങ്ങനെ വായിച്ചെന്ന് എനിക്കും ഓർമ്മയിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പൊ വായിച്ചപ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ അപ്പൊ പക്ഷെ മെസ്സേജ് വന്നു പോയപ്പോ ഞാൻ ക്ലാസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു പ്രഭു. വളരെ ഹരേ കൃഷ്ണ. വണ്ടർഫുൾ ക്ലാസ്. ഹരേ കൃഷ്ണ പ്രഭു. ക്ലോസ് ചെയ്താലേ പ്രഭു, മാതാജി ക്ലോസ് ചെയ്താൽ.